യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ നിമിഷങ്ങളിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, പരിശുദ്ധ തൃത്വത്തിലെ പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ആളത്വമാണ്. പിതാവിൽ പുറപ്പെടുക, പിതാവിനും പുത്രനിൽ നിന്നും പുറപ്പെടുക എന്ന സവിശേഷതയാണ് പരിശുദ്ധാത്മാവിനുള്ളത്. പരിശുദ്ധാത്മാവ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ദൈവം വസിക്കുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ആവസിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ആവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി നൽകുന്നത് കൃപയാണ്, കൃപാവരം. ഈ കൃപാവരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്മ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ കൃപയുടെ സോഴ്സാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ കൃപാവരത്തിന് മറ്റൊരു പദം ഉപയോഗിക്കാറുണ്ട്, ദൈവിക ജീവൻ. ആ പദമാണ് ദൈവിക ജീവൻ. എന്താണ് കൃപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറയാവുന്നത്, നന്മ ചെയ്യാനുള്ള കഴിവിന് പറയുന്ന പേരാണ് കൃപ. അപ്പൊ ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ ഒന്ന്, പക്ഷേ ഇത് നിസ്വാർത്ഥമായി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയാണ്. ഓരോ സമയം അനുസരിച്ചിട്ടും ഇതിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്കാണ് ഏറ്റവും കൂടുതൽ കൃപയുള്ളതെന്ന്. പക്ഷെ മറ്റൊരു വ്യക്തിയിൽ ആ കൃപ അതിനപ്പുറത്തേക്ക് കാണുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇങ്ങനെയും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കില്ലേ എന്ന് തോന്നാം. ഇപ്പൊ എൻ്റെ ഒരു ജീവിതത്തിൽ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന ചെറിയൊരു ജോലി ഞാൻ എല്ലാത്തിലും നീതി നോക്കി ചെയ്യാം. നീതി നോക്കി അവരവർക്ക് കിട്ടേണ്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന് പറയുന്നതിൽ എന്നെ സ്വാധീനിക്കാൻ പറ്റാത്ത രീതിയിൽ നിഷ്പക്ഷമായി ഞാൻ ചെയ്യാം. പക്ഷെ എൻ്റെ ഒരു ഓഫീസർ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പത്ത് വരെ വിനിയോഗിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അസൂയ തോന്നി. കാരണം ഞാൻ കരുതിയിരുന്നത് ഞാൻ വളരെ നീതിപൂർവമായി എല്ലാം വിതരണം ചെയ്യുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അതിനും അപ്പുറത്തേക്ക് ആളുടെ ശമ്പളത്തിൽ നിന്ന് വരെ പൈസ എടുത്തുകൊണ്ട് പാവങ്ങളെ സഹായിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യുക. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അദ്ദേഹത്തിന്റെ ഉള്ളിലെ കൃപാവരത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കൃപാവരം, അത് വർഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന മറ്റൊരു കാര്യം ദാനങ്ങളും ഫലങ്ങളും വരങ്ങളുമാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമുക്കറിയാം, ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ആലോചന, ദൈവഭക്തി, ദൈവഭയം. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. പലരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ജ്ഞാനം നൽകുമ്പോൾ, അറിവ് നൽകുമ്പോൾ, ആലോചന നൽകുമ്പോൾ അവർ അതുവരെയും വിചാരിക്കാത്ത രീതിയിലേക്ക് അവരുടെ ജീവിതം മാറ്റപ്പെടും. എന്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ ജ്ഞാനം ദൈവത്തിന്റെ ആത്മാവ് തരിക. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നസെന്റ് പറഞ്ഞ ഒരു കഥയാണ്. ആളുടെ ജീവിതാനുഭവം. ആള് തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്തു. ജോലി ചെയ്തതിന് ശേഷം ആളുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടാവുകയാണ്. ഒരു ആൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തത് വലിയൊരു നഷ്ടമുണ്ടായി. ബിസിനസ് സ്ഥാപനം തുടങ്ങി നഷ്ടമുണ്ടായി. ഒരു തമിഴിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ചെയ്തത്. അപ്പൊ വലിയ നഷ്ടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആ പണം തിരികെ കൊടുക്കുവാൻ ആളെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ആൾ എന്ത് ചെയ്തു? ആളവിടെ നിന്ന് സ്ഥലം വിട്ട് നാട്ടിലേക്ക് വന്നു. മുങ്ങിയിട്ട് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഇന്നസെന്റിനെ അന്വേഷിച്ചിട്ട് ഇരിങ്ങാലക്കുട ടൗണിലേക്ക് വന്നു. അപ്പോഴേക്കും ഇരിങ്ങാലക്കുടയിൽ നല്ല സ്വാധീനമുള്ള ആൾക്കാരൊക്കെ ഇന്നസെന്റിനുണ്ട്. ഈ വ്യക്തി വന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനും ആളെ അറ്റാക്ക് ചെയ്യാനും ശ്രമിച്ചപ്പോൾ ഇവര് നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്ത് പറഞ്ഞയച്ചു. അടിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, കൈകാര്യം ചെയ്ത് പറഞ്ഞയച്ചു. മറ്റേ ആളെ പിന്നെ ഭയപ്പെട്ടിട്ട് ഈ ഏരിയയിലേക്ക് വന്നില്ല. അങ്ങനെ ഇരിക്കെ ആള് സിനിമയിലൊക്കെ എത്തിയപ്പോൾ ആൾക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങി, വരുമാനമായപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയുമ്പോൾ ഈ മനുഷ്യന്റെ കടം പോയി തീർക്കലായിരുന്നു. എന്നിട്ട് ഇന്നസെന്റ് അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സാമ്പത്തികമായി ഞാൻ പിന്നാക്കം പോയി, അതൊരു വസ്തുതയാണ് എന്ന് കരുതി എനിക്ക് മരിക്കാൻ പറ്റുള്ളൂ. പണം വരും പോവും, ഇനി ഒരു സമയത്ത് ഉണ്ടാകുമ്പോൾ കൊടുക്കും,
ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ സംബന്ധിക്കുന്ന പണം കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ, വലിയ കടബാധ്യതയാണ്, അപ്പൊ മരിച്ചു കളയാൻ നല്ലത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്. എന്താ വചനം? ശരീരത്തെക്കാൾ വസ്ത്രത്തെക്കാൾ ശരീരവും ഭക്ഷണത്തെക്കാൾ ജീവനും പ്രധാനമല്ലേ? അപ്പൊ ഇതൊരു ബോധ്യം കിട്ടണം. ഭക്ഷണത്തെക്കാൾ വലുത് ശരീരമാണ്, വസ്ത്രത്തെക്കാൾ വലുത്, ഭക്ഷണത്തെക്കാൾ വലുത് ജീവനാണ്, ശരീരത്തെക്കാൾ വലുത്, വസ്ത്രത്തെക്കാൾ വലുത് ശരീരമാണ്. അതാണ് കർത്താവ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഭവം. നമ്മള് ഈ വസ്ത്രത്തിന് വേണ്ടി ശരീരത്തെ കൊല്ലുക, ഭക്ഷണത്തിന് വേണ്ടി ജീവനെ നശിപ്പിക്കുക. അപ്പൊ ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തും. ഇത് പെട്ടെന്ന് നിരാശയിലേക്ക് വരിക. പലരും ജീവിതത്തിലുള്ള സാമ്പത്തികമായ ബാധ്യത വരുന്നു, ആത്മഹത്യ ചെയ്യുന്നു, പ്രണയം പരാജയപ്പെടുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെയാണ് ജീവനെ ഹനിക്കാൻ വേണ്ടി ഓരോരുത്തർ കണ്ടെത്തുന്ന ന്യായങ്ങൾ. അവിടെ ദുരഭിമാനമാണ് ഒരുപക്ഷെ മുമ്പിലേക്ക് നിൽക്കുക. പക്ഷെ അതിനേക്കാൾ വലുതാണ് എന്റെ ജീവനും എന്റെ ശരീരവും എന്റെ ആത്മാവും എന്നുള്ള വസ്തുത. എത്ര പേർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബോധ്യങ്ങൾ, ചെറിയൊരു കാര്യം പറഞ്ഞെന്ന് മാത്രം, ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടായിരിക്കണം, പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ആലോചന, പല കുടുംബങ്ങളുടെയും പരാജയത്തിനൊരു കാരണം പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ആലോചിക്കുകയില്ല. കിട്ടുന്ന വരുമാനത്തിന് മുഴുവൻ ദൂർത്തടിച്ചിട്ട്, കടം വാങ്ങിയും ദൂർത്തടിച്ചിട്ട് അവസാനം പണം എങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്നറിയാതെ ചഞ്ചല ചിത്ര നൽകുന്ന ഒരു സംഭവങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്. വളരെ നിസ്സാര വരുമാനമേ കുടുംബത്തിനുള്ളൂ, അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയാതെ കടം വാങ്ങുകയും അങ്ങനെ കടബാധ്യതയിൽ മുങ്ങുകയും ചെയ്യുന്ന ആലോചനയില്ലാത്ത വ്യക്തികളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിന്റെ കുറവാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ഒരു വ്യക്തിയുടെ പരിശുദ്ധാത്മാവ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനുള്ള അളവുകോൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. ഗലാത്യ 5:22 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നത്. എന്താണ് ഫലങ്ങൾ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം. ഇവയ്ക്കെതിരെ ഒരു നിയമവുമില്ല. അപ്പോൾ ഈ ഫലങ്ങൾ ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തുല്യമായിരിക്കും. അതിന് പ്രത്യേകത, ഒരു വ്യക്തിക്ക് സ്നേഹം കൂടുതലും ക്ഷമ കുറവായിട്ടിരിക്കില്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആനന്ദം കൂടുതലും ആത്മസംയമനം കുറവുമായിട്ടിരിക്കില്ല. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. കാരണം ഒരു വ്യക്തിയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്, പരിശുദ്ധാത്മാവിൽ നിന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും എനിക്ക് നല്ല സ്നേഹമുണ്ട്, പക്ഷെ എനിക്ക് ക്ഷമ കുറവാണ്. നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ അളവുകോൽ നമുക്കറിയാൻ ഏറ്റവും നല്ലത് ക്ഷമയുടെ അളവുകോലാണ്. ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മെ തന്നെ താരതമ്യപ്പെടുത്തുകയോ മറ്റുള്ള വ്യക്തികളെ താരതമ്യപ്പെടുത്തുകയോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ ആരെ താരതമ്യപ്പെടുത്തി ചിന്തിക്കണം? ഇത് മുഴുവൻ 100% ഒരു വ്യക്തിയുണ്ട്, അതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ താരതമ്യപ്പെടുത്തിയിട്ട് വേണം എൻ്റെ ഉള്ളിലെ സ്നേഹം എത്രയുണ്ട്, നിസ്വാർത്ഥമായൊരു സ്നേഹം എത്രയുണ്ട്, സമാധാനം എത്രയുണ്ട്, ക്ഷമ എത്രയുണ്ട് എന്നൊക്കെ വെക്കാൻ. അപ്പോഴാണ് അതുവരെ 100% വിചാരിച്ചാൽ നമ്മൾ പെട്ടെന്ന് മൈനസിലേക്ക് 1%, 2%, 10% പോകുന്നത് അപ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എത്രയുണ്ട് എന്ന് അറിയുന്നതിനുള്ള അളവുകോൽ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരം അല്ലെങ്കിൽ ദൈവിക ജീവൻ എത്രയുണ്ടെന്ന് അറിയാനുള്ള അളവുകോൽ എന്താണ്? ഈ ഫലങ്ങളാണ്. പിന്നെ പരിശുദ്ധാത്മാവ് നൽകുന്ന കാര്യമാണ് വരങ്ങൾ. 9 വരങ്ങളുള്ളത്. 9 വരങ്ങൾ: ഭാഷാവരം, വ്യാഖ്യാനവരം, പ്രവചനവരം. ഇതാണ് നാവിന്റെ വരങ്ങൾ. വിശ്വാസത്തിന്റെ വരം, രോഗശാന്തി വരം, അത്ഭുത പ്രവൃത്തികളുടെ വരം. ഇത് 3 കഴിവിന്റെ വരങ്ങൾ. ജ്ഞാനവചന വരം, വിവേകവചന വരം, ആത്മാക്കൾ വിവേചിക്കുന്ന വരം. ഇത് 3
ബുദ്ധിയുടെ വരങ്ങൾ. ഇങ്ങനെ 9 വരങ്ങളാണ് പൗലോസ് പൂർവ്വ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉപവരങ്ങളാണ് പിന്നെയുള്ളതെല്ലാം. ജ്ഞാനവചനവരം അതിലുള്ളതാണ് ദർശനം, വെളിപാട് എല്ലാം വരിക. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ വരം, അതിലാണ് നമ്മുടെ ജ്ഞാനത്തിന്റെ മേഖലകളും പഠനത്തിന്റെ മേഖലകളും അതുപോലെ തന്നെ രോഗശാന്തിക്കുന്ന കഴിവുകളും ഒക്കെ കടന്നു വരുന്നത്. ആ കഴിവിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് വിശ്വസിക്കുക എന്ന് പറഞ്ഞ സംഭവത്തിലെ വരിക. അപ്പൊ ഇങ്ങനെ 9 വരങ്ങളും പരിശുദ്ധാത്മാവ് തരും. വരങ്ങൾ എന്തിനാ തരുന്നത്? വരങ്ങൾ തരുന്നത് സഭയെ വളർത്താനാണ്. കർത്താവിന്റെ സഭയെ, പരിശുദ്ധ കത്തോലിക്ക സഭയെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ വരങ്ങൾ കർത്താവ് തരുന്നത്, വേറെ ഒന്നുമല്ല. പക്ഷെ ഇത് കഴിവാണ്. വരങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിവാണ്. ചിത്രം വരയ്ക്കാൻ ഒരു വ്യക്തിക്ക് കഴിവ് കൊടുത്തു, ആ വ്യക്തി എന്ത് ചെയ്യും? ചിത്രം വരയ്ക്കും. അതവന് കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവം പിൻവലിക്കുമോ? പിൻവലിക്കില്ല. പക്ഷെ ആ വ്യക്തി ചിത്രം വരയ്ക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് നല്ല ചിത്രം വരയ്ക്കുക എന്നുള്ളത്, അശ്ലീല ചിത്രം വരയ്ക്കാതിരിക്കുക എന്നുള്ളത്. അത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. ഇതുപോലെ വരങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് തരുമ്പോൾ സഭയെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? വരം ലഭിച്ച വ്യക്തിയുടെയാണ്. ആ വ്യക്തി സഭയ്ക്ക് പുറത്തു കൊണ്ടുപോയി സ്വന്തമായി സെക്റ്റുകൾ ഉണ്ടാക്കാനും സ്വന്തമായി സഭകൾ ഉണ്ടാക്കാനും ആരംഭിച്ചു കഴിഞ്ഞാൽ, സഭയെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ആ വരം നൽകുന്നത് നിർത്തും. പക്ഷെ കഴിവ് തുടർന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് ആ വരം നൽകുന്നത് നിർത്തും. പക്ഷെ ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള കഴിവുണ്ടല്ലോ, മുമ്പ് കിട്ടിയുള്ള വരം ഉണ്ടല്ലോ, ആ വരം, ആ സോഴ്സ് ഉണ്ടല്ലോ, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ രോഗശാന്തിക്ക് ലഭിച്ച വരം ലഭിച്ചൊരു വ്യക്തി, ആ വ്യക്തിക്ക് സഭയ്ക്ക് പുറത്തു പോയാലും സ്വന്തമായി ശക്തി ഉണ്ടാക്കിയാലും രോഗശാന്തി വരം ഉണ്ടായിരിക്കും, രോഗശാന്തി നടന്നുകൊണ്ടിരിക്കും. അത് വ്യക്തിയിൽ ഉണ്ടായിരുന്ന കൃപയാണ്. പക്ഷെ പുതിയ കൃപ ഉണ്ടാവില്ല. കാരണം അതിന് സമയത്തി കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് അടിക്കും. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പൊ ഇതുകൊണ്ടാണ് സഭയ്ക്ക് പുറത്തു പോകുന്ന വ്യക്തികളിലുള്ളിലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പ്രകടമാകാൻ കാരണം. നമ്മൾ വിചാരിക്കരുത് അവരിലും ദൈവം പ്രവർത്തിക്കുന്നെന്ന്. പക്ഷെ അതല്ല, അവരിൽ മുമ്പുണ്ടായിരുന്ന ആ കൃപ ഒഴുകുന്നതാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് സ്പ്രെഡ് ആവുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശുദ്ധ കുർബാനയാണ് ഉറവിടം. അപ്പോൾ സഭയ്ക്ക് പുറത്തും പരിശുദ്ധാത്മാവ് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ സഭയെ വളർത്താൻ വേണ്ടി ഒരു വർഷം ബന്ധുസാരുടെ ഇടയിലും നിരീശ്വരവാദികളുടെ ഇടയിലും മറ്റു മതസ്ഥരുടെ ഇടയിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ സഭയെ വളർത്തുക എന്ന ലക്ഷ്യം തന്നെ പരിശുദ്ധാത്മാവിനുണ്ട്. പരിശുദ്ധാത്മാവ് അറിയാം അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്ന പോലെ നമ്മുടെ ബുദ്ധിയെ ലോചിക്കൊന്നും വെച്ചിട്ടില്ല, പരിശുദ്ധാത്മാവിനറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അതനുസരിച്ച് വീശിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് യഹൂദരെ ദൈവം ഒരുക്കുന്നുണ്ട്. പക്ഷെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, യഹൂദരെ മാത്രമൊന്നുമല്ല ഗ്രീക്കുകാരെയും ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഫിലോസഫി വളരുന്നു. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അതിൻ്റെയൊക്കെ തലത്തിൽ നിന്നാണ് പിന്നെ പരിശുദ്ധ തൃത്വവും ക്രിസ്റ്റോളജിക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോ ഒരു ഗ്രീക്ക് പണ്ഡിതൻ പുതിയ നിയമം വായിച്ചു കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്നത് എന്ന് പറയാമോ, അവന്റെ ഫിലോസഫിയുടെ, പ്ലേറ്റോന്റെയും അരിസ്റ്റോട്ടിന്റെയും ചിന്താഗതിയുടെ
തുടർച്ചയാണ് പുതിയ നിയമം എന്നാ ചിന്തിക്കുന്നത്. പഴയ നിയമം വായിക്കാതെ ആ വ്യക്തി പുതിയ നിയമം എടുത്ത് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തോന്നുന്നത് അപ്രകാരമാണ്. അവരുടെ ഫിലോസഫിയുടെ തുടർച്ചയാണ് ഈ കാണുന്ന പുതിയ നിയമം. യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷത്തില് ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിന് കൂടെയായിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് ശരിക്കും ഗ്രീക്ക് ഫിലോസഫിയിലത്തെ വാക്കുകൾ അങ്ങനെ തന്നെ നടത്തിയിരുന്നേക്ക്. അപ്പൊ ഗ്രീക്കില് ഞാനിത് യുക്തിവാദികളെ പറ്റി പറയുമ്പോൾ പറയാം. പ്രൈസ് ദി ലോർഡ്. ലോഗോസ് എന്നതിനെ പറ്റി പറയാം. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് അങ്ങനെ പലയിടത്തും വീശുന്നുണ്ട്. കാറ്റിന് ഇഷ്ടമുള്ളതിലേക്ക് വീശുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയരുത് ഇവിടെ മാത്രം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മതി എന്ന് പറയരുത്. പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളിടത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അത് എങ്ങനെ പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. അടിസ്ഥാനപരമായി കത്തോലിക്ക സഭയെ പടുത്തുയർത്താൻ വേണ്ടി തന്നെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി പരിശുദ്ധാത്മാവിന് ആദിയിൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ കണ്ടു. ജലത്തിന് മീതെ റൂഹ അങ്ങനെ വീശിക്കൊണ്ടിരുന്നു. ആ ജീവജലത്തിന് മീതെ പരിശുദ്ധാത്മാവിന്റെ കാറ്റും റൂഹായും ജലവും, കാറ്റും ജലവും പരിശുദ്ധാത്മാവിന്റെ പ്രതീക. അതിലാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ആരംഭിക്കുന്നത്. പുത്രനാണ് സൃഷ്ടികർമ്മത്തിലേക്ക് കടന്നു വരുന്നത്. പിതാവാണ് പ്രവർത്തിക്കുന്നത്. സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെടും, പുത്രനിലൂടെ, പരിശുദ്ധാത്മാവിൽ. അതാണ് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ. ഇതാണ് എല്ലതും. രക്ഷ ഇങ്ങനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിന്റെ പൂർണ്ണത സൃഷ്ടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകുന്ന, വസിക്കാൻ വേണ്ടി നൽകുന്ന, പരിശുദ്ധാത്മാവിന്റെ ആലയമായിട്ട് നൽകുന്നത് നമ്മുടെ ശരീരത്തെയാണ്. പലരും വിചാരം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമില്ലാത്ത വസ്തു കരുതുക. തെറ്റാണ്. പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ഇടമാണ്, പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് മനുഷ്യന്റെ ശരീരം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ആലയമാണ് മനുഷ്യന്റെ ശരീരം എന്നതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ വിശുദ്ധമായും പൗത്രികമായും സുന്ദരമായും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്താ സുന്ദരമായി എന്ന് പറയാൻ കാരണം? ചിലരുടെ വിചാരം ശരീരം എന്തോ നശിപ്പിക്കപ്പെടാനുള്ള വസ്തുതയാണെന്ന് കരുതി നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. വേദനിപ്പിക്കാനും നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു സംഭവം ഞാൻ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഒരു സംഭവം അല്ല. ഈ ശരീരത്തെ വിശുദ്ധമായും പൗത്രികമായും അതുപോലെ തന്നെ സുന്ദരമായിട്ടും എല്ലാം കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ശരീരം വെറുക്കപ്പെടേണ്ടതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ആലയമാണ് ഈ ശരീരം. അതുകൊണ്ടാണ് നമ്മളതിനെ വ്യഭിചാരത്തെ പറ്റി പൗലോസ് പറയുന്നില്ലേ, മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് പുറത്താണ്, വ്യഭിചാരം ശരീരം കൊണ്ട് ചെയ്യുന്ന പാപമാണ്. അതാണ് എന്റെ പ്രത്യേകത. അതിന്റെ പൗലോസ് അങ്ങനെ പറയുന്നത്. അപ്പൊ അത്രയും കാര്യമായിട്ട് ശരീരത്തെ ശ്രദ്ധിക്കണമെന്ന് പൗലോസിലേക്ക് പഠിപ്പിക്കുകയാണ്. അപ്പൊ വ്യഭിചാരം പാപമാവുന്ന വിഷയം, ഇപ്പൊ സ്വയം ഭോഗം, ഇതൊക്കെ സവർഗഭോഗം, ഇതൊക്കെ പാപമാവുന്ന പറയാൻ കാരണം ഈ ശരീരത്തെ ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്ന വസ്തുതയായതുകൊണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ജഡം കൊണ്ട് മെനഞ്ഞ് അവന്റെ നാസാരന്തരങ്ങളിലേക്ക് ഊതി പരിശുദ്ധാത്മാവ് ഈ ആത്മാവിൽ വന്ന് വസിക്കാൻ ആരംഭിക്കുക. അപ്പോഴാണ് ദൈവിക ജീവൻ ഉണ്ടാവുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? പാപം ചെയ്യുന്ന നിമിഷം അവൻ മരിക്കുകയാ. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പരിശുദ്ധാത്മാവ് വിട്ടുപോയി, പൂർണ്ണമായിട്ടും വിട്ടുപോയി. ഇങ്ങനെ വിട്ടുപോയപ്പോൾ ഈ മനുഷ്യന് പിന്നെ ഒന്നും അറിഞ്ഞുകൂടാ, നന്മ ഏത് തിന്മ ഏതെന്ന് അറിഞ്ഞുകൂടാ. അവൻ ദൈവത്തെ പിന്നെ ആരംഭിക്കുന്നത് നിയമം അനുസരിച്ച് പ്രസാദിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നിയമം അനുസരിച്ച് പ്രസാദിപ്പിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒന്നേയുള്ളൂ, ഒറ്റ വ്യക്തിയുള്ളൂ പരിശുദ്ധാത്മാവ്, അല്ലേ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലെ വസിക്കൂ. ഒരു സമയം ഒരു വ്യക്തിയിലെ വസിക്കൂ. ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ പിന്നെ എവിടെ വസിക്കുക?
ഒരു കൂട്ടായ്മയിൽ വസിക്കും. ഇതാണ് ആദ്യകാലങ്ങളിൽ യേശുക്രിസ്തുവിന് മുമ്പുള്ള പ്രത്യേകതയായി പറയുന്നത്. യേശുക്രിസ്തുവിന് മുമ്പുള്ള പ്രത്യേകത ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ. ഹല്ലേലൂയ. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ആണ് വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആബേലിൽ പരിശുദ്ധാത്മാവിനെ കാണാം, സേത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണാം, ഇങ്ങനെ ഒരു വ്യക്തിയിലെ കാണും. അപ്പൊ എന്ത് സംഭവിക്കുക? മറ്റുള്ളവരുടെ ഉള്ളിലൊന്നും ദൈവം വസിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി പാപം പെരുകാൻ ആരംഭിക്കും, പാപം പെരുകാൻ തുടങ്ങും. അതുകൊണ്ട് എന്തുണ്ടായി? കായൻ ആബേലിനെ കൊന്നു. കായൻ ആബേലിനെ കൊന്നിട്ട് കുറച്ച് തലമുറ കഴിഞ്ഞപ്പോൾ ലാമെക്ക് എന്ന് പറയുന്ന കായന്റെ സന്തതി ഉണ്ട്, ലാമെക്ക്. അവൻ പറയുകയാണ്, അവന്റെ 2 ഭാര്യമാരെ വിളിച്ച് പറയും, ആദം സില്ല നീ ഇങ്ങോട്ട് വരൂ, ഞാൻ എന്നെ ചീത്ത പറഞ്ഞവനെ കൊന്നു കളഞ്ഞു, എന്നെ അടിച്ചവനെ ഞാൻ കൊന്നു കളഞ്ഞു. കായലിന്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ എന്റെ പ്രതികാരം 70 ഇരട്ടിയാണ്. ഇങ്ങനൊരു അവസ്ഥയെ പറയുന്ന പേരാണ് പഴയ നിയമത്തിലെ പാപം പെരുകുക എന്ന് പറയുന്ന കാര്യം. ദേവപുത്രന്മാർ മനുഷ്യപുത്രിമാരെ അഴകുള്ളവരെ കണ്ട് അവരുമായി ഒന്നിച്ചു എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കായന്റെ സന്തതികളും സേത്തിന്റെ സന്തതികളും 2 വംശങ്ങളാണ്, ദേവന്മാരും അസുരന്മാരും എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇവര് ഒരു ഭാഗത്ത് നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു, ഒരു ഭാഗത്ത് ചീത്ത മനുഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളൊക്കെ പറയില്ലേ, അവൻ ആകെ മോശമായി നടക്കുക, അതുകൊണ്ട് ഒരു നല്ലൊരു പെൺകുട്ടീനെ അവിടെ കല്യാണം കഴിച്ചു കൊടുക്കാം, അപ്പൊ അവന് നന്നായിക്കോളും എന്ന് പറയും. എന്ത് സംഭവിക്കുക? 2 ആളും നാശവും അല്ലെ? ഇതെങ്ങനെ സംഭവിച്ചത്? ഈ അഴകുള്ളവരെ നീണ്ട് ഈ മനുഷ്യപുത്രിമാരെ ദേവപുത്രന്മാരെ കല്യാണം കഴിച്ചു, ശക്തിയുള്ളവര് ശക്തിയില്ലാത്തവര് വിവാഹം കഴിച്ചു, ഒക്കെ നശിച്ചു. ഇവിടെയാണ് കർത്താവ് അനുതപിച്ചു എന്ന് പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഞാൻ അനുതപിക്കുന്നു. എന്താ കാരണം? എല്ലാവരും പാപം പെരുകി നശിച്ചു, പരിശുദ്ധാത്മാവ് ഉള്ളവരില്ല, ദൈവം ആരുള്ളിലും വസിക്കുന്നില്ല. ഈ ഒരു അവസ്ഥ എത്രയോ ഭീതിജനകം. എല്ലാവരും അവരുടെ ജീവിതത്തിന് വേണ്ടി സ്വാർത്ഥതയോടെ ജീവിക്കുന്നു, പരസ്പരം ആരാണോ വലിയവനെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മനോഭാവത്തിലേക്ക് ജനം കടന്നു ചെല്ലുകയാണ്. എന്താണ് നമ്മുടെ ഉള്ളിൽ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ നന്മ എന്ന വസ്തുത ഇല്ലെങ്കിൽ ആ അവസ്ഥ എത്രയോ ഭീകരമായിരിക്കും. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കില്ല, അത് നന്മപ്രവൃത്തി, അതില്ല, വേണമെങ്കിൽ അവർ ചോദിച്ചോട്ടെ. ആ ഒരു രീതിയില് സ്വന്തം സ്വാർത്ഥത മാത്രം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം വന്നാൽ എങ്ങനെയിരിക്കും? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന രീതിയിൽ റോബോട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ, നന്മയും തിന്മയും ഇല്ലാത്ത സമൂഹം ഉണ്ടായി കഴിഞ്ഞാൽ, ആ റോബോട്ടുകൾ രാജ്യം ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, മനുഷ്യരെല്ലാം കൊന്നുകളഞ്ഞ് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി, എന്തായിരിക്കും സംഭവിക്കുക? അതുപോലത്തെ മനുഷ്യര്, ധാർമ്മികത ഒട്ടുമില്ലാത്ത മനുഷ്യര്, മനസാക്ഷി ഇല്ലാത്ത മനുഷ്യര്, ഇങ്ങനൊരു സമൂഹമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മനുഷ്യരെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ ദൈവം ഒരാളെ കണ്ടെത്തുന്ന ആളുടെ പേരാണ് നോഹ. നോഹയെ ദൈവം കണ്ടെത്തുന്നു, കാരണം അത് ഹെനോക്കിന്റെ തലമുറയിൽപ്പെട്ട വ്യക്തിയാണ്. ഹെനോക്ക് ദൈവത്തിന് ഒപ്പം നടന്ന വ്യക്തിയാണ്. അവന്റെ മകന്റെ മകനാണ് ഈ പറയുന്ന നോഹ. നോഹയിൽ ഒരു നീതിമാനെ ദൈവം കാണുകയാണ്. അപ്പൊ ദൈവം എന്ത് ചെയ്യുക? നോഹയെ രക്ഷിച്ചു. ജലപ്രളയത്തിലൂടെ രക്ഷിച്ചത്, ജലപ്രളയത്തിലൂടെ. ഇതാണ് ആദ്യത്തെ മാമോദീസ. 1 പത്രോസ് 3:20 പറയുന്നുണ്ട്. മാമോദീസയുടെ നിഴലാണ് ഈ ജലപ്രളയം. 1 പത്രോസ് 3:20 പറയുകയാണ്, ജ്ഞാനസ്നാനത്തിന്റെ മുന്നാസ്വാദനമാണ് ഇതെന്ന്. അപ്പോൾ മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താ? ആ ജലം എന്താ? യേശുവിന്റെ കുരിശിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തമാണ് മാമോദീസയിൽ നമുക്ക് ലഭിക്കുന്നത്. ആ തിരുരക്തത്തിന്റെ നിഴലാണ് നോഹയുടെ ജലപ്രളയം. അതിലൂടെ 8 പേര് രക്ഷ പ്രാപിക്കാൻ പോവുകയാണ്. നോഹ, നോഹയുടെ ഭാര്യ, നോഹയുടെ 3 മക്കള്, അവരുടെ 3 ഭാര്യമാര്, ഇവരതിൽ കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നപ്പോൾ എന്ത് സംഭവിക്കുകയാണ്?
അവരുടെ ഉള്ളിൽ ആ മാമോദീസായുടെ അനുഭവം പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിക്കുകയാണ്. അങ്ങനെ മാമോദീസ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന സകല മനുഷ്യരിലും എന്തുള്ളത്? ധാർമ്മികതയുള്ളത്. പരിശുദ്ധാത്മാവ് എല്ലാവരും ഉള്ളിലുണ്ടെന്ന് സഭ പറയാൻ കാരണം എല്ലാവർക്കും നന്മ ചെയ്യാൻ കഴിവുണ്ട്. എല്ലാവരും ഉള്ളിൽ ആ മുദ്രയുണ്ട് പരിശുദ്ധാത്മാവിന്റെ. ഇല്ലെങ്കിൽ അവൻ മരിക്കും. ഒരു വ്യക്തിയിലുള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ, കൃപാവരം ഇല്ലെങ്കിൽ ആ വ്യക്തി മരിക്കും. കൃപാവരം വറ്റുന്ന നിമിഷം അവൻ മരിക്കും. പണ്ട് കാലത്തൊക്കെ ഇന്ത്യയിലെ ചില രാജാക്കന്മാരെ അവരെ എന്തും ചെയ്യാനോ രാജ്യമൊക്കെ ബ്രിട്ടീഷുകാർ ഭരിച്ചോളും. രാജാക്കന്മാർക്ക് സ്വന്തമായി ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ രാജാക്കന്മാരെ ഇങ്ങനെ പരസ്പരം മത്സരിക്കും. എത്ര കന്യകകളെ ബലാത്സംഗം ചെയ്യുമെന്ന് മത്സരിക്കുന്ന രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ. ഈ കഴിഞ്ഞ 3 നൂറ്റാണ്ടുള്ളിലത്തെ കാര്യം പറയുന്നത്. അങ്ങനെ പരസ്പരം തിന്നുകയും കുട്ടിക്കുകയും സുഖിക്കുകയും മതിക്കുകയും ചെയ്യുന്ന ഈ രാജാക്കന്മാരുടെ അന്ത്യം എന്ന് പറയുന്നത് പോയി ആത്മഹത്യ ചെയ്ത് കളയുന്നതാണ്. ചില നിരീശ്വരവാദികള് അവസാനം കൃപ പറ്റുന്ന സമയത്ത് അവരുടെ ഉള്ളിലെ ആ ദാഹം ഉണ്ടല്ലോ, ദൈവത്തോടുള്ള ദാഹം, അത് നിരാശയിലേക്ക് ചെന്നിട്ട് അവർ ആത്മഹത്യയിലേക്ക് പോകും എന്നാ പറയാ. കൃപ പറ്റുന്ന സമയത്തുണ്ടാകുന്നതാണ്. അനിൽകുമാർ അയ്യപ്പൻ അറിയാലോ. അനിൽകുമാർ അയ്യപ്പന്റെ സാക്ഷിയുണ്ട്. അവൾ നിരീശ്വരവാദിയായി നടക്കുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലെ ചെറിയ കൊച്ചു ബിസിനസ് ഹോട്ടലിൽ ചില സമയത്ത് ഓരോ ട്രെയിൻ വരുമ്പോഴും അതിന് മുമ്പിലേക്ക് ആള് സ്വയം എടുത്ത് ചാടാതിരിക്കാൻ തൂണിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന പറഞ്ഞിരുന്നു. തൊട്ടടുത്ത തൂണ്, ട്രെയിൻ വരുമ്പോൾ തൊട്ടടുത്തുള്ള തൂണിനെ കെട്ടിപ്പിടിച്ചിരിക്കും. ഞാൻ അങ്ങാനും ചാടി ചത്താലോ എന്ന് പേടിച്ചിട്ട്. ആളുള്ളിൽ ചാവാനുള്ള ഒരു ഭ്രമം. എന്താ കാരണം വെച്ചാൽ ഈ കൃപ പറ്റുന്ന നിമിഷം ഉണ്ടാകുന്ന സംഭവം അത് ആത്മഹത്യ ചെയ്ത് കളയും. എല്ലാ ആത്മഹത്യയും അങ്ങനെ ഞാൻ പറയുന്നില്ല. മാനസിക രോഗത്തിന്റെ ഫലമായ ആത്മഹത്യകളുണ്ട്. എന്നാൽ കൃപ പറ്റുമ്പോൾ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എല്ലാവർക്കും ജീവിക്കാൻ പരിശുദ്ധാത്മാവ് വേണം. എല്ലാവരും മനസാക്ഷിയിൽ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന ദൈവമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യത അതിന്റെ മുന്നാസ്വാദനമായി നോഹയുടെ ജലപ്രളയം ലഭിച്ചതുകൊണ്ട് സകല മനുഷ്യരിലേക്കും ഈ മനസാക്ഷിയുടെ ധാർമ്മികതയിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലും യേശുക്രിസ്തുവിന് മുമ്പും പരിശുദ്ധാത്മാവുണ്ട്, യേശുക്രിസ്തുവിന് ശേഷവും പരിശുദ്ധാത്മാവുണ്ട്. എന്താ പ്രത്യേകത? പലരും ചോദിക്കുന്ന ചോദ്യം അത്. യേശുക്രിസ്തുവിന് മുമ്പ് പരിശുദ്ധാത്മാവില്ലേ? പിന്നെ എന്തിനാണ് യേശുക്രിസ്തു സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറയാൻ കാരണം? മുമ്പ് പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. മുസ്ലിംസായിട്ട് ഡിബേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു കാര്യം അത്. സഹായകനായ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന് മുമ്പും പരിശുദ്ധാത്മാവുണ്ട്, പിന്നെന്തിനാ സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് നിങ്ങൾ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ അല്ല അയച്ചത്, മുഹമ്മദ് നബീനെ അയച്ചെന്നൊക്കെ പറയും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന് മുമ്പും പരിശുദ്ധാത്മാവുണ്ട്, യേശുക്രിസ്തുവിന് ശേഷവും പരിശുദ്ധാത്മാവുണ്ട്. എന്താ വ്യത്യാസം? യേശുക്രിസ്തുവിന് മുമ്പ് വരെ പരിശുദ്ധാത്മാവായ ദൈവം ഒരേ സമയം ഒരു വ്യക്തിയിലെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലെ പ്രവർത്തിക്കുന്നുള്ളൂ. അതാണ് പ്രത്യേകത. ഒരു വ്യക്തിയിൽ മുഴുവനായി നിൽക്കുകയില്ല, ആ വ്യക്തി വിട്ടുപോവുകയും ചെയ്യും. അബ്രാഹാം കഴിഞ്ഞാൽ ഇസാഖിൽ, ഇസാഖ് കഴിഞ്ഞാൽ യാക്കോബിൽ, ഇങ്ങനെ ജോസഫിൽ, അതുപോലെ തന്നെ മോശയുടെ കാലത്തൊരു സംഭവം നടക്കുന്നുണ്ട്. മോശയുടെ സമയത്ത് മോശയിൽ പരിശുദ്ധാത്മാവ് ആവസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് മോശ എന്ന് പറയുന്നുണ്ട്, നേതാക്കന്മാരെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ദൈവം 70 നേതാക്കന്മാരെ ഇസ്രായേൽ ജനതം തെരഞ്ഞെടുത്തിട്ട് സീനായി മലയുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറയും. മോശയും 70 നേതാക്കന്മാരും കൂടി സീനായി മലയുടെ മുകളിലേക്ക് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പക്ഷെ ഈ 70 പേരിലെ 2 പേര് പാളയത്തിനകത്ത് നിന്നു. 2 പേര് നാണംകുണിയോളാ, അവര് മുകളിൽ പോയില്ല. അങ്ങനെ അവരവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വിവിധ ഭാഷകളിൽ സ്തുതിക്കാൻ തുടങ്ങി, പ്രവചിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവചിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ 2 പേര് പാളയത്തിനകത്തിരുന്ന് പ്രവചിക്കുക. ഈ 2 പേര് അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാ, അവരും പ്രവചിക്കാൻ തുടങ്ങി പാളയത്തിനകത്ത്.
ഇത് മലമുകളിൽ ബാക്കിയുള്ള ആളുകൾ മലമുകളിൽ പ്രവചിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തിരുന്ന വ്യക്തി ജോഷാണെന്നെ ഓർമ്മ മോശയോട് പറഞ്ഞു, ഇതാ നോക്ക്, രണ്ടുപേര് പാളയത്തിനകത്ത് നിന്ന് പ്രവചിക്കുക, അവരോട് മിണ്ടാതിരിക്കാൻ പറയട്ടെ ഞാൻ പോയിട്ട് എന്ന് പറയാ ജോഷ. അപ്പൊ മോശ പറയുന്ന ഉത്തരം ഉണ്ട്, എന്താണെന്നറിയാം, നീ മിണ്ടാതിരിക്കേ, ഈ രണ്ടുപേര് മാത്രമല്ല പാളയത്തിലുള്ളവർ മുഴുവൻ പ്രവചിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് ആ കാലഘട്ടത്തിൽ നടന്നില്ല. പാളയത്തിനകത്തുള്ള എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തോടെ, എന്താ മോശയ്ക്ക് മാത്രം കൊടുക്കണേ? എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. അവർക്ക് ആ കൃപയൊന്ന് കൊടുത്തു, പിന്നെ അവർ പ്രവചിച്ചില്ല, കഴിഞ്ഞു. പക്ഷെ മോശയ്ക്ക് മുഴുവനായിട്ട് ലഭിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ് ഇസ്രായേൽക്കാർക്ക് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ആ കൃപ ലഭിക്കാതിരുന്നത്? അത് കിട്ടില്ല, ഒരു വ്യക്തിയിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേ ഉള്ളൂ ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് അതിന്റെ തുടർച്ച. വീണ്ടും നമുക്ക് കാണാം, സാമുവേൽ പ്രവാചകൻ രാജാവിനെ വേണമെന്ന് ജനം കൂടി പറഞ്ഞപ്പോ ദൈവം തെരഞ്ഞെടുത്തിട്ട് സാവൂളിനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. സാവൂളിനെ അഭിഷേകം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് അവന് വന്ന് ആവസിച്ചു. അവൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം അവൻ തിരസ്കൃതനായപ്പോൾ ദൈവം പറഞ്ഞു, സാവൂളാണ് ശരിയല്ല, നീ കാര്യം ചെയ്യണം, ഇന്നടുത്തൊരു പയ്യനുണ്ട്, അവനെ പോയി അഭിഷേകം ചെയ്യും. അപ്പൊ സാമുവേൽ എന്ത് ചെയ്തു? ദാവീദിലേക്ക് പോയി ദാവീദിനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വന്ന് ആവസിച്ചു? ദാവീദിന്റെ മേൽ വന്ന് ആവസിച്ചു. തൊട്ടടുത്ത വചനം എങ്ങനെയാ പറയുന്നത്? സാവൂളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോയി ആ സ്പേസിലേക്ക് ഒരു ദുരാത്മാവ് കയറിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രത്യേകത. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയും കൂടിയത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോയി. പിന്നെ കാണാം, സാമുവേൽ അരികിലേക്ക് ദാവീദ് ഒളിച്ചോടി എത്തുന്നുണ്ട്. അപ്പൊ സാവൂള് ദാവീദിനെ കൊല്ലാൻ ഒരു 50 പേരെ വിട്ടു. 50 പേര് ചെന്നിട്ട് ദാവീദിന്റെ അടുത്ത് ചെന്നു. ദാവീദും സാമുവേലൊക്കെ പ്രവചിക്കുക. അത് കണ്ടിട്ട് ഈ 50 പേരും ചെന്നപ്പോൾ അവനെ പിടിക്കാൻ ചെന്നവരാ. അവിടെ വന്നപ്പോൾ അവരും പ്രവചിക്കാൻ ആരംഭിച്ചു. പിന്നെ അവർ വരുന്നില്ലേ. അപ്പൊ സാവൂള് വീണ്ടും ഒരു 50 പേരെ വിട്ടു. അവരും വന്നപ്പോൾ അവരും പ്രവചിക്കാൻ ആരംഭിച്ചു. അവര് തിരിച്ചു പോയില്ല. ആസ്വദിച്ച് പ്രാർത്ഥിക്കുക ഭാഷാവരത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ. അപ്പോൾ അവസാനം ആര് പോയി? സാവൂളും പോയി. പിടിക്കാൻ പോയതാ സാവൂളും. മുമ്പിലുണ്ട് ദാവീദ്, മുമ്പിലുണ്ട് സാമുവേല്. പരിശുദ്ധാത്മാവ് അവിടെ ആവസിക്കുന്നത് കൊണ്ട് അവിടെ വന്ന സാവൂളും ഇരുന്ന് പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ കാണാൻ സാധിക്കും. ഇതിങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കടന്നില്ല. ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി കാണുന്ന ഒരു ഭാഗമുണ്ട്. 1 രാജാക്കന്മാർ 22-ാം അധ്യായത്തിലെ 24-ാമത്തെ തിരുവചനം. അപ്പോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി പറയാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്രകാരമാണ്. യഹോശാഫാത്ത് രാജാവും ആഹാബ് രാജാവും കൂടി യുദ്ധത്തിന് പുറപ്പെടുക. ആ യുദ്ധത്തിന് പോകുമ്പോ റാമോത്ത് ഗിലിയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. സിറിയ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ പോണ്, ഒരു സ്ഥലം പിടിച്ചെടുക്കും. ആരാ പോകുന്നത് യുദ്ധത്തിന്? യഹോശാഫാത്ത് രാജാവും ആഹാബ് രാജാവും കൂടി ഒരുമിച്ചാണ് യുദ്ധത്തിന് പോണേ. യഹോശാഫാത്ത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശുദ്ധനായൊരു മനുഷ്യനാണ്. ആഹാബ് രാജാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാപിയായൊരു മനുഷ്യന്, വിഗ്രഹാരാധകനായൊരു മനുഷ്യന്. രണ്ടുപേരും ചേർന്ന് യുദ്ധത്തിന് പോകുമ്പോൾ ആഹാബിന്റെ അടുത്ത് യഹോശാഫാത്ത് രാജാവ് പറഞ്ഞു, പോണെന്നൊക്കെ കൊള്ളാം, കർത്താവിന്റെ ആത്മാവ് ഒരു പ്രവാചകനോട് സംസാരിക്കാതെ ഞാൻ പോകില്ല. അങ്ങനെ പറഞ്ഞപ്പോ പ്രവാചകന്മാരെല്ലാം വിളിക്കാൻ പറഞ്ഞു. ആഹാബും ഇരിക്കുന്നുണ്ട്, യഹോശാഫാത്ത് രാജാവ് ഇരിക്കുന്നുണ്ട്. പ്രവാചകന്മാർ വരിവരിയായി നിൽക്കുക. അത് നിൽക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരും ചോദിച്ചു, ഞങ്ങൾ യുദ്ധത്തിന് പോകണോ? അപ്പൊ ആ പ്രവാചകന്മാർ പറഞ്ഞു, യുദ്ധത്തിന് പോയിക്കൊള്ളൂ, വിജയിക്കും. എല്ലാവരും പറയാൻ. അപ്പൊ മിക്കയാണ് അന്ന് ഏറ്റവും നല്ല അഭിഷേകമുള്ള പ്രവാചകൻ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തി മിക്കയാണ്.
മിക്ക പ്രവാചകൻ പറയാതെ ഞാൻ പോകില്ല എന്ന് യഹോശഫത്ത് രാജാവ് പറയാൻ. അപ്പൊ യഹോശഫത്ത് രാജാവിന്റെ ആളുകൾ ഭടന്മാര് പോയിട്ട് മിക്കാനെ പിടിച്ചുകൊണ്ടുവരുമ്പോ പറഞ്ഞു കൊടുക്കണ്ടേ, സൂത്രം പറഞ്ഞു കൊടുക്കണ്ടേ. കൊണ്ടുവന്നവര് മിക്കായോട് പറഞ്ഞേ, അത് അവിടെ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചിട്ടുണ്ട്, അവിടെ എല്ലാവരും യുദ്ധത്തിന് പൊക്കോളം പറഞ്ഞിട്ടുമുണ്ട്, നീയെങ്ങാനും പോയി തലതിരിഞ്ഞ് പറയാൻ നിൽക്കണ്ട. കാരണം അവരൊക്കെ പ്രവചിക്കുക തന്നെ ചെയ്തിട്ടുള്ളത്. അതൊരു മുന്നറിയിപ്പ്, ഒരു ഐഡിയ പറഞ്ഞുതരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിരിക്കുക. മിക്ക അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് എന്താ പറയുന്നത് അത് ഞാൻ പറയുന്നു. യുദ്ധത്തിന് അവർ മുമ്പിലേക്ക് വന്നു നിന്നു. മിക്കാട് ചോദിച്ചു, യുദ്ധത്തിന് പോകണോ വേണ്ടയോ? മിക്ക പറഞ്ഞു, പോയിക്കോളൂ, വിജയിക്കും. എന്ത് ഇങ്ങനെ പറയുന്നത്? ഒന്ന് പ്രവചിച്ചു പറയും. ഓ പോകൂ, വിജയിക്കും എന്നൊക്കെ പറയും. നിങ്ങൾ പൊക്കോ, വിജയിച്ചോളും. വീണ്ടും മിക്ക പറയാ, ഓ ഇങ്ങനെ പോരാ, പ്രവചനം ഇത്ര പോരാ, സ്ട്രോങ് ആക്കി പറയൂ, പ്രവചിച്ചു പറയൂ എന്ന് യഹോശഫത്ത് രാജാവ് ആവശ്യപ്പെടുകയാണ്. അപ്പോ യഹോശഫത്ത് രാജാവിന്റെ ആവശ്യമനുസരിച്ച് മിക്ക പറഞ്ഞു, ഞാനൊരു ദർശനം കണ്ടു. ദൈവത്തിന്റെ സന്നിധിയിൽ മാലാഖമാർ ചർച്ച ചെയ്യുക. ഇതാണ് ദർശനം. യുദ്ധത്തിന് പോയി ആഹാബ് രാജാവ് വധിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഇതാണ് ചർച്ചാ വിഷയം. അപ്പോൾ ഒരു ആത്മാവ് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നുണയുടെ ആത്മാവുമായി പ്രവാചകന്മാരുടെ നാവിലിരിക്കും, അവർ പ്രവചിക്കും, അങ്ങനെ യുദ്ധത്തിന് പോകും, ആഹാബ് മരിക്കും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഇതാണ് പ്രവചനമായിട്ട് പറഞ്ഞത്. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ആഹാബേ നീ മരിക്കാനായി പോണേ എന്ന് പറയാ. ഇത് പറഞ്ഞപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന കെനായുടെ മകൻ സദക്കിയ മിക്കായുടെ അടുത്ത് വന്ന് അവന്റെ ചെകിട്ട് തടിച്ച് ചോദിച്ചു, കർത്താവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത്? എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അവർക്കറിയാം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുന്നു, അവൻ പ്രവചിക്കുന്നു, അടുത്ത ആൾ വരുമ്പോൾ ഇവനിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നു, അവന്റെ ഉള്ളിലേക്ക് ഇറക്കുന്നു, അവൻ പ്രവചിക്കുന്നു, പിന്നെ അടുത്ത ആൾ വരുമ്പോൾ അവനിൽ നിന്ന് വിട്ടുപോകുന്നു, മറ്റാൾ പ്രവേശിക്കുന്നു. ഇങ്ങനെയാണ് അവർ പ്രവചിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അങ്ങനെയാണെന്ന് അവർക്കറിയാം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? മിക്ക പ്രവചിക്കുന്നു പരിശുദ്ധാത്മാവിൽ, തൊട്ടപ്പെടുത്തിരിക്കുന്ന സദക്കയ്യ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ആത്മാവിൽ. അപ്പൊ അവൻ പറയാണ്, എന്റെ ഉള്ളിലുണ്ട്, പിന്നെ എങ്ങനെ എന്നെ വിട്ടുപോവാടെ, നീ എങ്ങനെ പ്രവചിക്കുന്നേ എന്നാ ചോദ്യം സദക്കിയയുടെ. അപ്പൊ സദക്കിയയോട് മിക്ക പറയുന്ന കാര്യം എന്താ? മോനെ, നിന്റെ ഉള്ളിലിരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, നുണയുടെ ആത്മാവാണ്. അങ്ങനെ പറയുന്ന അറിയാമോ? ആഹാബ് യുദ്ധത്തിന് പിടിക്കപ്പെടുമ്പോ നീ ഗുഹകളിൽ ഒളിക്കുമ്പോ നിനക്ക് മനസ്സിലാവും ഏതാ ശരി എന്നുള്ള കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? സംഭവിപ്പുറം മിക്ക പറഞ്ഞതുപോലെ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പഴയ നിയമത്തിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഇങ്ങനെ പകരപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതുവരെ പുതിയ നിയമ കാലഘട്ടത്തിൽ എത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്ന് 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 എവിടെ വരെ എത്തുക? യേശുവിന്റെ കാലഘട്ടത്തിൽ എത്തുക. ഇതിനെ ബൈബിളിൽ CCCയിൽ പറയുന്ന കാര്യമുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവ് കാലത്തിന്റെ തികവിൽ, CCC 717 അതാണ്. അപ്പൊ അതിനു മുമ്പ് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവും വചനവും വാഗ്ദാനങ്ങളുടെ കാലത്ത് CCC 702, ക്രിസ്തുവിന്റെ ആത്മാവ് കാലത്തിന്റെ തികവിൽ 717 മുതൽ ആത്മാവും സഭയുടെ അവസാന നാളുകളും 731 വരെ. ഇങ്ങനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടാണ് പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ട് CCC പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുവരെ ഇങ്ങനെയാണെങ്കിൽ യേശുവിന്റെ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, മറ്റൊന്നിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആരുടെ മേലാണ് ഈ ദൗത്യം കടന്നു വന്നിരിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ മേൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ പറയുന്നത് ജ്ഞാനത്തിന്റെ ഇരിപ്പിടം പരിശുദ്ധ അമ്മ. പുതിയ നിയമ കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മയ്ക്ക്, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഇരിപ്പിടമാകാനായിട്ട്. ദൈവം ഇറങ്ങി വന്ന ഗോവണിയാണ് അവൾ എന്ന് അപ്പുറം തിരുമേനി, വിശുദ്ധ അപ്പുറം പറയുന്നത് കൊണ്ടാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതുവരെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് പകരപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ചു. പിന്നീട് പരിശുദ്ധ കന്യാമറിയം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവ് അവനിലേക്ക് ആ ദൗത്യം പകരപ്പെട്ടു. പിന്നെ ദൗത്യം സ്നാപയോഹന്നാനാണ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ സ്നാപയോഹന്നാൻ സ്നാനം നൽകുന്ന സമയത്ത് യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പരിശുദ്ധാത്മാവിന്റെ ദൗത്യം പ്രാവണ്യ രൂപത്തിൽ യേശുവിലേക്ക് വരുമ്പോൾ ഈ ഒരു ദൗത്യം, പരിശുദ്ധാത്മാവിന്റെ ദൗത്യം സ്നാപകൻ പൂർണ്ണമായി എടുക്കുന്നു, യേശു ആരംഭിക്കുകയാണ്. അത് കണ്ടിട്ടാണ് സ്നാപയോഹന്നാൻ പറയുന്നത്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യേശു ക്രിസ്തു തന്റെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം മരിച്ച് സ്വർഗാരോഹണം ചെയ്തു. സ്നാപയോഹന്നാനും മരിച്ചു. ഇപ്പോൾ ഭൂമിയിൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണുള്ളത്? പരിശുദ്ധ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവളുടെ കൂടെ ഇരിക്കണം പെന്തക്കുസ്തായിൽ. ആത്മാവിന്റെ പ്രത്യേകത പകരപ്പെടുന്ന ആത്മാവായി. നേരത്തെ പറഞ്ഞില്ലേ, സാമുവേൽ പ്രവാചകന്റെ അടുത്ത് 50 പേര് വന്നപ്പോൾ അവര് പ്രവചിക്കാൻ ആരംഭിച്ചു. ഇത് പകരപ്പെടുന്ന ആത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരുമിച്ചിരുന്ന കൂട്ടായ്മയിലെ പകരായി. പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഈ ദൗത്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. അപ്പോൾ സ്നാപയോഹന്നാനും ഇല്ല, യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അവളുടെ കൂടെ ഇരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ നഗരം വിട്ടു പോകരുത്, എല്ലാവരും ഒരുമിച്ചിരിക്കൂ, സജീവമാളികൾ ഒരുമിച്ച് കൂടൂ. അവർ ഏക മനസ്സോടെ പരിശുദ്ധ അമ്മയോടൊപ്പം, ഈശോയുടെ അമ്മയോടൊപ്പം ആയിരുന്നു സജീവൻ മാളികയിൽ. അവിടെ പരിശുദ്ധമ്മ ഇറങ്ങി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ട് പരിശുദ്ധാത്മാവിന്റെ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ കടന്നു വരവ് പെന്തക്കുസ്തായില. സ്ഥൈര്യലേപനത്തിന്റെ ഫലം പറയാം. സ്ഥൈര്യലേപനത്തിന്റെ ക്ലാസ്സിലെ ഞാനത് പറയാം. പരിശുദ്ധാത്മാവിന്റെ ആവാസം കടന്നു വരുന്നത് പെന്തക്കുസ്തായില. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതെല്ലാം അവിടെ മുതൽ എന്താ സംഭവിക്കുന്നത്? അതിനൊരു മാറ്റം സംഭവിക്കാം. ഈ മാറ്റ പ്രകാരമാണ് സകലരിലും പരിശുദ്ധാത്മാവ്. എന്താണ് പെന്തക്കുസ്താ നാളിൽ പത്രോസ് ശ്ലീഹായുടെ പ്രസംഗം? ജോയൽ പ്രവാചകനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പത്രോസ് ശ്ലീഹായുടെ പ്രസംഗം ഇപ്രകാരമായിരുന്നു: ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യന്മാരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 17 മുതൽ വചനം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനവും ഉണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരും ദാസികളുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്യും. അതുവരെ മോശ എന്താ പറഞ്ഞത്? പാളയത്തുള്ള എല്ലാവരും പ്രവചിക്കണമെന്ന് എന്റെ ആഗ്രഹം. നടന്നില്ല. എന്നാൽ യേശുവിന് ശേഷം പരിശുദ്ധാത്മാവിനെ എല്ലാവരുടെ മേൽ വർഷിക്കപ്പെടുകയാണ്. ആരുടെ മേൽ? പുത്രന്മാരും പുത്രിമാരും യുവാക്കളും വൃദ്ധന്മാരും എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് പൂർണ്ണമായി ആവസിക്കാൻ പോവുകയാണ്. ആഗ്രഹിച്ചാൽ മതി, എന്നിലും നിങ്ങളിലും പരിശുദ്ധാത്മാവ് വസിക്കും. എന്താ കാരണം? ഏകനായ ദൈവം അനേകരിൽ വസിക്കാൻ വേണ്ടി അനേകമായി വിഭജിക്കപ്പെട്ടു, മുറിയപ്പെട്ടു. അതാണ് കുരിശിൽ സംഭവിച്ചത്. കുരിശിൽ യേശു ക്രിസ്തു എന്ന ദൈവം വിഭജിക്കപ്പെട്ടു. എങ്ങനെ വിഭജിക്കപ്പെട്ടെ? ശരീരം വേറെ, രക്തം വേറെ. അവന്റെ ശരീരം ചാട്ടവാറടിയേറ്റ് ചിത്രിക്കപ്പെട്ടു. അവന്റെ രക്തം ആണിപ്പാടുകളിലൂടെ എല്ലാം ഒഴുകി ഇറങ്ങി, തിരുവിലാവിൽ നിന്ന് ഒഴുകി ഇറങ്ങി. ദൈവത്തിന്റെ രക്തം അവിടെയൊക്കെ തെളിച്ചിക്കാന്നേ, ഭൂമിയിൽ വീണുക. ദൈവത്തിന്റെ ശരീരം ചിതറിപ്പോയേക്ക ഭൂമിയിലെ. അങ്ങനെ ഏകനായ ദൈവം അനേകമായി വിഭജിക്കപ്പെട്ടു. അതാണ് കുരിശിൽ സംഭവിച്ചത്. അതിന്റെ അനുഭവമാണ് ഈ കുരിശിൽ ചിതറിക്കപ്പെട്ട ഈ ദൈവത്തിന്റെ ഈ ചിതറിക്കപ്പെട്ട ഏകനായ ദൈവം അനേകമായി ചിതറിക്കപ്പെട്ടത് കൊണ്ടാണ് അനേകരിൽ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്നത്.
അതാണ് പെന്തക്കോസ്ത് അനുഭവം. അതെപ്പോഴും നമ്മൾ ആഘോഷിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ അപ്പമെടുത്ത് മുറിക്കുമ്പോൾ കുരിശുമരണം സംഭവിക്കുന്നത്, അത് ഒന്നാക്കപ്പെടുകയും ചെയ്യുകയാണ്. നമ്മൾ ഒരു അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ ക്രിസ്തുവിൽ ഒന്നാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട്, 17 മുതലുള്ള വാക്യങ്ങളിൽ. പതിനാല് മുതൽ 15, 16. നാം ആശീർവാദിക്കുന്ന അനുഗ്രഹത്തിന്റെ ഭാഗഭാഗിത്വം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? 17 പറയുക, അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്, ഒരേ അപ്പത്തിൽ നാം ഭാഗഭാഗികളുമാണ്. എന്താ പറഞ്ഞതിന് അർത്ഥം എന്നറിയോ? പരിശുദ്ധാത്മാവ് ഒന്നേയുള്ളൂ, അപ്പം ഒന്നേയുള്ളൂ, അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. നമ്മളെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. നമ്മളെല്ലാം സ്വീകരിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നാം എല്ലാവരും ഭാഗവാക്കുകളാവുകയാണ്. അപ്പോൾ ഒരു ശരീരമായി നമ്മൾ മാറുകയാണ്. ആ ഒരു ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏകനായ പരിശുദ്ധാത്മാവ് അനേകരിൽ വസിക്കുന്നു. പക്ഷെ ഒരുവനിലാണ് വസിക്കുന്നത്, യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരുവനിൽ, ഒരു അപ്പത്തിൽ. അതിന്റെ ഭാഗമാണ് നമ്മൾ. ഇതാണ് പ്രത്യേകത. അതാണ് പറഞ്ഞത്, ഏകനായ ദൈവം അനേകരിൽ വസിക്കുകയാണ്. ഇതാണ് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. അത് നമുക്ക് ലഭിക്കുന്നത് സ്ഥൈര്യലേപനത്തിലൂടെയാണ്. പക്ഷെ അത് നമ്മൾ അഭിഷേകമായി ഊതി കത്തിക്കേണ്ടതുണ്ട്. കനലുണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് ഊതി കത്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ് തമ്മിൽ ആവസിക്കണം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും നിറയപ്പെടണം, ഫലങ്ങളൊക്കെ നിറയപ്പെടണം. ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. ദൈവിക ജീവനിൽ വളരുക എന്നത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് നാം അനുദിനം വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്. എന്നോട് ചോദിച്ചില്ലേ സഹോദരൻ, ഒരു പ്രാവശ്യം സ്വീകരിച്ചാൽ പോലെ പിന്നെ നിത്യജീവൻ കിട്ടിയല്ലോ, ഇതിന് അനുദിനം. ഇത് ദൈവിക ജീവനെ വളർത്തുന്ന. ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ മതിയോ ജീവിക്കാൻ? എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണ്ടേ? കാരണം അത് ജീവനെ നിലനിർത്തുകയാണ്. ഇതുപോലെ ദൈവിക ജീവനെ പരിപോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത് കുദാശകളിലൂടെയാണ്. അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, അത് എന്നും വേണം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ അനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. അനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ അവർ പങ്കുചേർന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? പരിശുദ്ധാത്മാവിന്റെ ഉറവിടമാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നമ്മുടെ ഉള്ളിൽ. നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മനുഷ്യരിൽ ദൈവം ഒരു തൃത്വം വെച്ചിട്ടുണ്ട്. തൃത്വം എന്താണത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്റെ ആത്മാവ്, എന്റെ ശരീരം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആയിരിക്കുന്നത് പോലെ എന്റെ ശരീരം, എന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. തൃത്വം. അപ്പൊ ഞാൻ ദൈവമായ ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ എന്റെ ഉള്ളിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. റോമ 5:5 നമുക്ക് വായിക്കാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തെന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം സമൃദ്ധമായി ചൊരിയപ്പെട്ടിരിക്കുന്നു. അല്ലെ? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കണ്ണുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ, അല്ലെ? ചെവി ഉണ്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ, നാവുണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. കണ്ണില്ലാത്ത വ്യക്തി പറയുകയാണ്, പ്രപഞ്ചത്തിൽ ഒന്നും കാണാനില്ല, കാഴ്ചയില്ല. വെറുതെ നിങ്ങൾ നുണ പറയുന്നതാ, കാരണം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പറഞ്ഞത് ശരിയാണോ? ആ വ്യക്തിയുടെ കുഴപ്പമാണ്. പുറത്തൊക്കെ എല്ലാ കാഴ്ചകളും ഉണ്ട്, ആ വ്യക്തിക്ക് കണ്ണില്ല, അതാണ് പ്രശ്നം. ഒരു ഡെഡ് ബോഡിയെ ആ ഭാര്യ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. നിങ്ങളെന്നെ വിട്ടുപോയല്ലോ, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. ഡെഡ് ബോഡി വല്ലതും അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. കാരണം അതിന് ജീവനില്ല. ഉമ്മ വയ്ക്കാത്ത കുറവുണ്ടോ? കുറവില്ല. ഉമ്മ വയ്ക്കുന്നുണ്ട്, അനുഭവിക്കുന്നില്ല.
ഇതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു, നമ്മുടെ ഉള്ളിൽ ആവസിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഒപ്പം നടക്കുന്നു, നമ്മുടെ കൂടെ ആയിരിക്കുന്നു. നമ്മൾ വല്ലത് അറിയുന്നുണ്ടോ? നമ്മൾ പറയുന്നു ദൈവമില്ല. എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ ദൈവിക ജീവനില്ല, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. അത് കാരണം ദൈവത്തിന്റെ അളവറ്റ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നില്ല. ഞാൻ അനുഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവം സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഉള്ളിൽ അവയവമില്ല, അതാണ് പ്രശ്നം. അവയവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അവയവം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനുണ്ടെങ്കിൽ ഞാനും ദൈവവും തമ്മിലൊരു ബന്ധത്തിലെത്തി. പിന്നെ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ദൈവമില്ലെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ക്രിസ്തുമതത്തിന് പ്രത്യേകത, ക്രിസ്തുമതത്തിന് മാത്രമേ ഈ ഒരു ദൈവിക അനുഭവം ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റു മതങ്ങളിലെ ആത്മാക്കൾ അനുഭവങ്ങളുണ്ട്, ദുരാത്മാക്കളിലെയോ മറ്റാത്മാക്കളിലൊക്കെ അനുഭവങ്ങളുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അനുഭവങ്ങളുണ്ടാകും. അതാണ് അവർ ദൈവമെന്ന് വിളിക്കാറുണ്ട്. അതാണ് ഈ തിന്മ ശക്തി ഉപയോഗിച്ചുകൊണ്ടൊക്കെ മാജിക്കുകൾ ചെയ്യും. അവർ ദൈവമുണ്ടെന്ന് അങ്ങനെ വിശ്വസിക്കും, അത് ദൈവമായിട്ട് കരുതും. അതുപോലെ തന്നെ മതങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാം. ഹല്ലേലൂയ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായി ഒരു ബന്ധം നമുക്കുണ്ട്. അത് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കൂ. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ദൈവവുമായി യാതൊരു ബന്ധവും ലഭിക്കില്ല. എത്രയെല്ലാം അറിവ് എഴുതി വെച്ച് പഠിച്ചു വെച്ചാലും പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വന്തമാക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം യാന്ത്രികമായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഡിബേറ്റിന് പോവുകയോ ആൾക്കുമായി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കരുത് കുറെ ബൈബിള് കാണാപാഠം പഠിച്ച് വചനം പഠിച്ചു വെച്ച് ഡയലോഗ് ചെയ്ത് ജയിക്കാമെന്ന് കരുതരുത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ്. കുറെ വചനങ്ങൾ പെന്തോസ്താരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ പോയാൽ പ്രത്യേകത ഇവിടുന്ന് ഒരു വചനം എടുക്കും, അപ്പുറത്തുനിന്ന് ഒരു വചനം എടുക്കും. എന്നാൽ അവർക്ക് ആവശ്യമായ തീരെ അവർ ശരിയാക്കി വെക്കും. എന്നിട്ട് പറയും ഇതിന്റെ ഇണവചനം അപ്പുറത്തുണ്ട്, അതിന്റെ ഇണവചനം ഇപ്പുറത്തുണ്ട്. അവരോട് തെളിയിച്ചു തരും. സത്യമാണോ? സത്യമായിട്ട് എന്തൊരു ബന്ധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു ബന്ധം കിട്ടണം. പരിശുദ്ധാത്മാവാണ് ബന്ധം കിട്ടണം. ഈ ബന്ധത്തിൽ വളരാൻ ആരംഭിക്കണം. അപ്പോഴേ വളർത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ദാഹത്തോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിറയണമേ എന്ന് പറഞ്ഞ് ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അരൂപി ആത്മാവ് അഭിഷേകമായി കൊണ്ട് നമ്മുടെ ഉള്ളിൽ വന്ന് ആവസിക്കാൻ ആരംഭിക്കും. നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ സ്ഥൈര്യലേപനം ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ കൃപാവനം മുദ്ര ചെയ്തിരിക്കുക. ജ്ഞാനസ്നാനത്തിലും സ്ഥൈര്യലേപനത്തിലൊക്കെ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ അടിയറ വെച്ചിരിക്കുക, മുദ്ര വെച്ചിട്ട് പൂട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? വേറൊരു ആത്മാവിന് പ്രവേശനമില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ആത്മാവാട്ടോ, മുദ്ര, ക്രിസ്തുവിൽ മുദ്ര. ഇതാണ് സ്ഥൈര്യലേപനത്തിലും മാമോദിസയിലും ചെയ്യുന്ന കാര്യം. ഒരു ദുരാത്മാവിനും കയറി വന്ന് ഇരിക്കാൻ പറ്റൂല. പരിശുദ്ധാത്മാവിന് മുദ്ര വെച്ച സംഭവം മായാത്ത മുദ്രയാ. നമ്മളിപ്പോ ഒരു ക്രിസ്ത്യാനി പിശാചിനെ ആവസിപ്പിച്ചാൽ പോലും ആ വ്യക്തി മാനസാന്തരപ്പെടുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും പിശാചൻ പൊക്കോ, ഇതെന്റെയാ സ്ഥലം, മുദ്ര വെച്ചുള്ള സ്ഥലം, അത് പൊക്കോളാൻ പറയും. അതാണ് സ്ഥൈര്യലേപനത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത്, മാമോദിസയുടെ അഭിഷേകം എന്ന് പറയുന്നത്. അത് മായാത്ത മുദ്രയാ. അത് പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്തിരിക്കുന്ന ആത്മാവാ. മറ്റു വ്യക്തികളുടെ ഉള്ളിലേക്ക് ഒരു ദുരാത്മാവ് കയറി വന്ന് ഇറങ്ങി പോകാനൊന്നും പറഞ്ഞാലും പോയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അവകാശമില്ല പരിശുദ്ധാത്മാവിന്. ക്രിസ്തുവിൽ അവകാശം വാങ്ങിയിട്ടില്ല. പക്ഷെ ഇത് അവകാശം. ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവിനെ ക്ലെയിം ചെയ്യാൻ പരിശുദ്ധാത്മാവിന് പറ്റും. എന്റെ ആത്മാവ് അത് ഇറങ്ങി പോടാന്ന് ഏത് പാപത്തിന്റെ ശക്തിയോടും പറയാൻ പരിശുദ്ധാത്മാവിന് പറ്റും. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മുടെ സോമനസ സ്വീകരിച്ച് അഭിഷേകം ആഗ്രഹിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കാൻ ആരംഭിക്കുന്നത്. അത് വലിയൊരു അഭിഷേകം. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സംസാരിക്കാനും നമ്മെ പ്രവർത്തിപ്പിക്കാൻ ആരംഭിക്കുന്നു. ഞാനിതുപോലെ സാധാരണ മനുഷ്യനാണ്. ഞാനൊരു +2 വരെ ഇങ്ങനെ നടക്കുന്ന ഒരു പയ്യനായിരുന്നു.
പ്ലസ് 2 കഴിഞ്ഞപ്പോൾ പഠിക്കാൻ ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ധ്യാനകേന്ദ്രത്തിൽ പോയതാ. പരിശുദ്ധാത്മാവ് ഒന്നും പറഞ്ഞാൽ പഠിക്കാൻ ബുദ്ധി കിട്ടും, അതിനുവേണ്ടി ധ്യാനത്തിന് പോയതാ. പരിശുദ്ധാത്മാവേ എനിക്ക് നിന്നെ വേണം, വേറൊന്നും വേണ്ട, എനിക്ക് നിന്നെ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ധ്യാനത്തിന്. ഡിവൈനിൽ ധ്യാനം കൂടി 2002 ഒറ്റ ആഗ്രഹമുള്ളൂ, പരിശുദ്ധാത്മാവ് എന്നെ വന്നെന്ന് അറിയണം. എന്താ വേണ്ടത്? തിങ്കളാഴ്ച ചെന്നു, കുമ്പസാരിച്ചു. ചൊവ്വാഴ്ച വിശുദ്ധമായപ്പോൾ ഞാൻ പറഞ്ഞു, ഹൃദയശക്തിയുള്ള ഒരു ഭാഗ്യം പറഞ്ഞെന്ന് ദൈവത്തെ കാണും. എനിക്ക് വേണം ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ വേണം എന്ന് പറഞ്ഞ, ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു ദൈവത്തോട്. അങ്ങനെ ദൈവം പിന്നെ ഇല്ല, ഞാൻ വിശ്വസനല്ലേ, ഹൃദയശക്തി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണും, വചനമല്ലേ മത്തായി 5:8. എനിക്ക് ദൈവത്തെ കാണണം, ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കില്ല. വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ആന്റണി പയ്യപ്പില്ല ചേക്ക് ഓർമ്മയുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവമാണ്. ഒരു കൈ മുതൽ ഇങ്ങനെ തലയിലൂടെ സ്പർശിച്ച് മറ്റു കൈയിലൂടെ ഷോക്ക് അടിക്കുന്ന അനുഭവം ഇങ്ങനെ പോവാണ്. അപ്പോൾ അച്ഛൻ വിളിച്ചു പറയാ, ജിൻഡോ എന്ന മകൻ ഈശോ സ്പർശിക്കുന്നു. അന്ന് ഭാഷാവരത്തിൽ 1.5 മണിക്കൂർ ആരാധനയിൽ ഭാഷാവരത്തിൽ നിന്ന് സ്തുതിക്കാൻ ആരംഭിച്ചു. അതാണ് എൻ്റെ ദൈവാനുഭവം. അവിടെ മുതൽ ദൈവമായൊരു ബന്ധം എനിക്ക് കിട്ടുകയാണ്. പിന്നെ ഈശോ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊന്നുമല്ല പഠിപ്പിക്കുന്നത്, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഈശോ ഇങ്ങനെ ബോധ്യങ്ങൾ തരാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ പ്ലസ് 2 കഴിഞ്ഞപ്പോൾ എഴുതിയ പുസ്തകം എൻ്റെ വീട്ടിലുണ്ട്. ഒരു ഡയറി, ഒരു പുസ്തകം, ഒരു റെക്കോർഡ് പുസ്തകം എടുത്തിട്ട്, പ്ലസ് 2 റെക്കോർഡ് പുസ്തകം കുറേ പേജ് ബാക്കിയുള്ള ഒരു പുസ്തകം എടുത്തിട്ട് അതിലിരുന്ന് എഴുതി. അന്ന് മുതൽ കിട്ടി. രാത്രി 12 മണി കുത്തിയിരുന്ന് എഴുതും. എന്താണ് എഴുതുന്നത്? കുറേ കാര്യങ്ങളിൽ നിന്ന് എഴുതി. ഹല്ലേലൂയ. ഇന്ന് പറയുന്നതും അന്ന് എഴുതിച്ചത് അത് തന്നെ. അന്ന് ഞാൻ എഴുതി വെച്ചത്. എൻ്റെ വീട്ടിൽ ആ പുസ്തകമുണ്ട്. എൻ്റെ മോളൊക്കെ കണ്ടിട്ടുണ്ട് ആ പുസ്തകം, ഇപ്പോഴും വീട്ടിലുണ്ട്. അത് പുസ്തകമാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ അതിനൊക്കെ നല്ല ഇതിലേക്ക് ഇപ്പൊ കർത്താവ് ഈ ക്ലാസ്സുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ചുരുക്കമായിരുന്നു അന്ന് എഴുതിയ പുസ്തകം. ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. അപ്പൊ അന്ന് കർത്താവ് ഒരു കൃപ തന്നതാ, ഒരു വരമായി എനിക്ക് ലഭിച്ചതായിരിക്കും. ഇതുപോലെ പലർക്കും പല വരങ്ങൾ തരുന്നത്. എൻ്റെ വിചാരം ആദ്യമൊക്കെ എല്ലാവർക്കും ഇത് കിട്ടുന്നതാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് കർത്താവ് എനിക്ക് തന്ന വരമാണ്, ഇത് ഞാൻ ഉപയോഗിക്കണം, ഈ താലന്ത് എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. മറ്റുള്ളവർക്ക് മറ്റൊരു വരം കിട്ടും, അവരത് ഉപയോഗിക്കണം. ഏതൊക്കെ തന്നെ ആയാലും ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. എനിക്ക് തന്ന താലന്ത് ഉപയോഗിക്കേണ്ടത് എൻ്റെ കടമ. പ്രൈസ് ദി ലോർഡ്. ഇത് അടച്ചുപൂട്ടി വീട്ടിൽ കുത്തിരിക്കാനും എനിക്കറിയാം, പക്ഷെ അത് താലന്ത് കുഴിച്ചിടലാണ്. ഹല്ലേലൂയ. അതാണ് ഈ ധ്യാനത്തിന്റെയും കാരണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. എല്ലാവർക്കും ഇതുപോലെ വരണമെന്നില്ല. ചിലത് ക്രമമായിട്ടൊന്നും വരിക, ക്രമമായിട്ട് നമ്മൾ അറിയില്ല, മെല്ലെ 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 വരും. അതിനെങ്ങനെ പറയാം? അതിന് ഇപ്രകാരം പറയും. പരിശുദ്ധ പൗലോസിലേക്ക് പറയുന്ന ഇപ്രകാരമാണ്: കൃപയ്ക്കുമേൽ കൃപ വർദ്ധിക്കുക, പാപത്തിന്മേൽ പാപം വർദ്ധിക്കുക. കഴിഞ്ഞൊരു വർഷം ചെയ്തതിനേക്കാൾ കൂടുതലായി എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടുകയാണോ കുറയുകയാണോ ചെയ്തിരിക്കുന്നത്? കൃപയ്ക്കുമേൽ കൃപ വർദ്ധിക്കുകയാണ് ചെയ്തതെങ്കിൽ കഴിഞ്ഞൊരു വർഷത്തേക്കാൾ കൂടുതൽ വിശുദ്ധനായി ജീവിക്കുവാനും കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചു എങ്കിൽ ഞാൻ ആരാണ്? പരിശുദ്ധാത്മാവിൽ വളർന്നവനാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ എൻ്റെ ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, എൻ്റെ ഹൃദയത്തിൽ വെറുപ്പ് വർദ്ധിച്ചു, എൻ്റെ ജീവിതത്തിലെ നിരാശ വർദ്ധിച്ചു, പരിശുദ്ധാത്മാവ് കുറഞ്ഞിരിക്കുന്നു എങ്കിൽ എൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? പാപത്തിന്മേൽ പാപം വർദ്ധിച്ചു. നമുക്കിത് മനസ്സിലാക്കാനുള്ള അളവ് പോലെ ഇത് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എൻ്റെ അളവ് പോലെ അത് എൻ്റെ ഉള്ളിലെ എത്രയോ സ്നേഹവും സമാധാനവും വർദ്ധിക്കുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇതാണ് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ കൃപാവരം വർദ്ധിപ്പിക്കുന്ന. ഇത് ഒരു നിമിഷം കൊണ്ടുണ്ടാകാം, മെല്ലെ മെല്ലെ ഉണ്ടാകാം. ശരി, മെല്ലെ മെല്ലെ ഇത് ആർജിച്ചെടുക്കുക. വർഷങ്ങളോളം മെല്ലെ 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 ആർജിച്ചെടുത്തുകൊണ്ടായിരിക്കും. അത് ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരും. വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ടേ മുന്നേറുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം തെളിഞ്ഞ് തെളിഞ്ഞ് വരും. ചിലർക്ക് ഒരു പക്ഷേ എന്നെ പോലെ ഭാവി ദൈവത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ചിലപ്പോൾ പരിശുദ്ധാത്മാവ് സ്പർശിച്ചേക്കാം, അഭിഷേകമായേക്കാം. എന്ത് വന്നാലും കർത്താവിന്റെ ഇഷ്ടം പോലെ അതിനുവേണ്ടി വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്.
പിന്നെ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞവർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ പൂർണ്ണനായി, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവ് എന്നെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനാണ് ഇനി അവസാന വാക്ക്, മറ്റുള്ളവർക്കൊന്നും പരിശുദ്ധാത്മാവില്ല, എനിക്ക് മാത്രമേ പരിശുദ്ധാത്മാവുള്ളൂ, അതുകൊണ്ട് ഞാനാണ് ലാസ്റ്റ് വാക്ക് എന്ന് ധരിക്കരുത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയെ ദൈവം 3 പ്രലോഭനങ്ങളിലേക്ക് നയിക്കും. അത് യേശു ആ പ്രലോഭനത്തിലേക്ക് പോയിട്ടുണ്ട്. സ്നാപയോഹന്നാനിൽ സ്നാനം സ്വീകരിച്ച പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിൽ നിറഞ്ഞു വന്നപ്പോൾ ആത്മാവ് എങ്ങോട്ട് നയിച്ചു? മരുഭൂമിയിലെ പ്രലോഭനത്തിലേക്ക് നയിച്ചു. ഇതൊരു ഭയങ്കരമായൊരു സ്റ്റേജാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവണമെന്നല്ല, ഇതൊരു ജീവിതം മുഴുവൻ ഉണ്ടാവുന്ന ഒരു പരീക്ഷണം. ഒന്നാമത്തെ പരീക്ഷണം, കഴിഞ്ഞുപോയ പാപത്തെ, ഉപേക്ഷിച്ച പാപത്തിന്റെ ജഡികതയിലേക്ക് തിരിച്ചു ചെല്ലുക എന്നുള്ളതാണ്. ജഡികതയിലേക്ക് തിരിച്ചു ചെല്ലുക, കഴിഞ്ഞുപോയ പാപത്തിലേക്ക് തിരിച്ചു ചെല്ലുക. മദ്യപാനമൊക്കെ മാറി പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ അവന്റെ മുമ്പിലേക്ക് ഫ്രീ ആയിട്ട് മദ്യകുപ്പി കൊണ്ടെന്ന് വെച്ചു കൊടുക്കും. കൂട്ടുകാരെ വാടാ കുടിക്കാം, ഫ്രീ ആയിട്ട് നല്ല ഐറ്റം, ഇതുവരെ അവൻ കുടിക്കാത്ത ഐറ്റം വെച്ചു കൊടുക്കും. ഇതാണ് പലപ്പോഴും ഈ ഒരു കൃപാവരത്തിൽ നിന്ന് വീണു പോകാനുള്ള കാരണത. ചിലരൊക്കെ ധ്യാനം കൂടി, ബ്രദറെ 3 മാസം കഴിഞ്ഞു, ആ ഗ്യാസൊക്കെ തീർന്ന് വീണ്ടും പഴയ പാപത്തേക്ക് പോയി എന്ന് പറയുന്നത് ഈ പ്രലോഭനത്തിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ്. ഇവിടെ വിജയിക്കണം. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നീ നിന്നെ തന്നെ ഒരുക്കി സ്വയമേവ പരിശുദ്ധാത്മാവിന് വില കൊടുക്കുന്നുണ്ടോ? നിന്റെ ഉള്ളിലേക്ക് ഞാൻ വന്നു, നീ എനിക്ക് വില തരുന്നുണ്ടോ? അതാണ് ചോദ്യം. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു പ്രലോഭനത്തിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രലോഭനം വരും. അത് പ്രശസ്തിക്ക് വേണ്ടിയുള്ള പ്രലോഭനമാണ്. നമുക്ക് തരുന്ന കാരിസം ഉപയോഗിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ ആരംഭിക്കും. ചെയ്യാൻ ആരംഭിക്കുമ്പോൾ സ്വയം എന്നെ 10 ആൾ അറിയണം, അല്ലേ, ഒരു പ്രശസ്തിയൊക്കെ ഉണ്ടാവണം. ഞാനൊരു രോഗശാന്തി നടത്തി, ആ രോഗശാന്തി നാട് മുഴുവൻ പ്രചരിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാരിസം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു, എന്നെ തന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഭയങ്കര സംഭവമാണെന്നും മറ്റുള്ളവർ അറിയണം. എളിമപ്പെടാൻ തയ്യാറാവില്ല, സ്വയം ശൂന്യവൽക്കരിക്കാൻ തയ്യാറാവില്ല. ഇതാണ് ആ മേഖല. ആ പ്രലോഭനം വിജയിച്ചു കഴിഞ്ഞാൽ, എളിമപ്പെടുന്ന ഒരു വ്യക്തിയായി വിജയിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു പ്രലോഭനം അവന്റെ ജീവിതത്തിലുണ്ടാവും, അധികാരം. അവൻ സ്വയം വഴി സഭയൊക്കെ സ്ഥാപിക്കാൻ ആരംഭിക്കും. കത്തോലിക്ക സഭ വിട്ട് വേറെ സഭയൊക്കെ സ്ഥാപിച്ച് അതിന് മുകളിൽ കസേരയിട്ടിരുന്ന് ഞാനാണ് ഇനി പോപ്പ് എന്ന് പറഞ്ഞു തുടങ്ങും. അങ്ങനെയാണ് സഭകൾ ഉണ്ടാകുന്നത്, സെക്റ്റുകളൊക്കെ ഉണ്ടാകാൻ കാരണം അതാണ്. ഈ 2ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോയി പരാജയപ്പെടുന്ന വ്യക്തികൾ. ഈ കാണുന്ന മുഴുവൻ എൻ്റേതാണ്, നിനക്ക് തരാമെന്ന് പിശാച് പറയുന്ന വാഗ്ദാനത്തിൽ അറിയാതെ വീണു പോവുകയാണ്. അവനെ നയിക്കുന്നത് പിശാചാണെന്ന് പോലും അവ അറിയുന്നില്ല. അങ്ങനെ പല സെക്റ്റുകളും ഉണ്ടാവുന്നതാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. ഈ പ്രലോഭനങ്ങളെ വിജയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. ഇത് മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കാൻ തുടങ്ങും. അതിനെ എളിമപൂർവം ഒരുങ്ങേണ്ടതും നമ്മുടെ കടമയാണ്. പരിശുദ്ധാത്മാവ് ഫിനിഷ് ചെയ്യുന്നത് ആത്മാവല്ല. നമ്മൾ ആലോചിക്കുക, നമ്മൾ ആരെ കുറിച്ച് അറിയാൻ പോകുന്നത്? ദൈവത്തെക്കുറിച്ച് അറിയാൻ പോകുന്നത്. ദൈവത്തെക്കുറിച്ച് അറിയാൻ പോകുന്ന വിഷയത്തിനെ എത്രയോ വലിയ ഡെപ്തിലായിരിക്കും, സമുദ്രമാണ്, അല്ലേ? നമ്മളിതൊക്കെ, ഞാനിപ്പോ ക്ലാസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞ എന്താവും സ്ഥിതി? എന്റെ ബുദ്ധിയിലുള്ളിൽ ഒതുങ്ങുന്നവനാണോ ദൈവം? അല്ലെ? നമ്മൾ ഭൗതികമായി ബുദ്ധിപരമായി അന്വേഷിക്കുമ്പോൾ പ്രശ്നത, എന്റെ ബുദ്ധിയിലുള്ളിൽ ഒതുങ്ങേണ്ട വ്യക്തിയാണോ പരിശുദ്ധാത്മാവ്? ഇനി അപ്പുറത്തേക്ക് എന്തൊക്കെ ഉണ്ടാകാം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ചിലർക്ക് ചില ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് അടിക്കും. ഇനി ഒന്നുമില്ല, തന്നെ ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് വിചാരിക്കുക. അതൊരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് കിട്ടുന്ന ഒരു ബോധ്യമാണ്. വീണ്ടും എളിമപൂർവ്വം എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങും. എൻ്റെ അപ്പച്ചനിതുപോലെ ധ്യാനത്തിന് പോയി അഭിഷേകമൊക്കെ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ വന്നു കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തുകാരായ കുറച്ച് പേര് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു, വിശുദ്ധരോട് പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക.
അപ്പോ അപ്പച്ചനത് ശരിയാണെന്ന് തോന്നി, ബോധ്യം, വചനം വെച്ചതൊക്കെ കറക്റ്റാണല്ലോ, ഈ വചനം എവിടെയാണല്ലോ അവർ പറഞ്ഞു തരും. അപ്പോൾ അത് വെച്ചിട്ട് ഓക്കെ ആയി, ശരി ഞാനെന്ന് ബോധ്യം വരിക. അപ്പോൾ ഞാൻ എന്നെ അപ്പച്ചനാണ് ധ്യാനത്തിന് വിട്ടത്. തിരികെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പച്ചൻ പക്ഷെ നേരെ പെന്തവസ്ത സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ട, ജപമാല ചൊല്ലേണ്ട. പക്ഷെ ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുമ്പോൾ ഭാഷാവരത്തിൽ ജപമാല ചൊല്ലുന്നു. അപ്പച്ചനാണ് സംശയം, ഇതിലേതാ ശരി? ആ അപ്പച്ചൻ എന്ത് ചെയ്യുന്ന അറിയാമോ? കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ എനിക്ക് ശരിയായത് വെളിപ്പെടുത്തി തരണം. ഞാൻ വിചാരിച്ചിരുന്നത് 2 മാസത്തെ ഗ്യാപ്പാണ് എനിക്ക് പറയുന്ന സംഭവം. അപ്പൊ ഇവര് പറഞ്ഞപ്പോ ഇത് ശരിയാണെന്ന് ഞാൻ വിചാരിച്ചല്ലോ, എന്താണ് എനിക്കിത് വെളിപ്പെടുത്തി തരണേ എന്നാണ് അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ. അപ്പൊ അപ്പച്ചന് ദർശനം അതുവരെ കൊടുത്തില്ല. എപ്പോഴാ കൊടുക്കുന്നത്? ഇനിയും എന്നെ പഠിപ്പിക്കണമേ, എനിക്ക് അറിഞ്ഞുകൂടല്ലോ എന്ന് പറഞ്ഞെടുത്താണ് അടുത്ത പഠനം ദൈവം നൽകുന്നത്. ആ എളിമപ്പെടില്ലാണ് കർത്താവ് കൊടുക്കുന്നത്. അപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങിയ ദൈവം അത് 2 വിഷനെ കാണിച്ചു കൊടുത്തത്. ഒന്ന്, ചെളി മുങ്ങി നിൽക്കുന്ന ആളിനെ എഴുന്നേൽപ്പിച്ച് എന്ന് പറയുന്നത് നീയാണ്. ഇത്രയധികം ചെളിയിൽ മുങ്ങി നിന്നെ കഴുകി വൃത്തിയാക്കാന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ എന്താ ചെയ്തെന്ന് നീ അന്വേഷിക്കണ്ട. എൻ്റെ അമ്മേനെ ഞാൻ എന്ത് ചെയ്തു എന്ന് നീ അന്വേഷിക്കണ്ടെന്ന്. നിന്നെ ഇത്രയും വൃത്തികേട്ട ചെളി കിടക്കുന്ന നിന്നെ എടുത്ത് വിശദീകരിച്ചതുപോലെ കുട്ടപ്പനാക്കാന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ ഞാൻ എന്താ ചെയ്തതെന്ന് നീ അന്വേഷിക്കണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വിഷയം കിട്ടി. ഇലയില് ചോറിട്ടിരിക്കുകയാണ്, കറികളും വെച്ചിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ ചോറ് മാത്രം തിന്ന് വയറ് നിറച്ച് എനിക്ക് പോകാം, കറികൾ കൂട്ടി തിന്നണമെങ്കിൽ തിന്നാം. സ്വർഗത്തിലെ രക്ഷ മാത്രമല്ല, വിശുദ്ധരൊക്കെ ഉണ്ട്. എല്ലാം കൂടി ചേർത്ത് ആസ്വദിച്ചത് ആഘോഷമായിട്ട് സ്വർഗത്തിനൊപ്പം ആവണമെങ്കിൽ ആയിക്കോളൂ, അല്ലെങ്കിൽ ഇത് മാത്രം തിന്നിട്ട് എനിക്ക് പോയിക്കോളൂ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ബോധ്യം കിട്ടിയപ്പോഴാണ് അപ്പച്ചൻ അവിടെ നിന്ന് തിരിഞ്ഞ് കത്തോലിക്ക സഭയിൽ സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതെന്താ പറഞ്ഞു വരുന്നത്? ദൈവത്തിന്റെ മുമ്പിൽ ഇനിയും എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ സറണ്ടർ ചെയ്യാൻ തുടങ്ങിയാലാണ് ഇനിയും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ പോണില്ല. നമ്മുടെ വിചാരം കഴിഞ്ഞു തന്നെയാണ്. ദൈവത്തിന്റെ മുമ്പിൽ വീണ്ടും സറണ്ടറായി, എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. ഈ നിമിഷം ഇന്ന് ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഏകരായ ദൈവം അനേകരായി വിഭജിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് അനേകരിലേക്ക് നൽകപ്പെട്ടു, അനേകര് വസിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഉറവിടം വിശുദ്ധ കുർബാനയിൽ ഒരു അപ്പത്തിൽ എല്ലാവരും ഭാഗഭാക്കാക്കുന്നു എന്നുള്ള കാര്യം ഇപ്പൊ എന്നെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തന്ന കാര്യം. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് പോയി തന്നൊരു കാര്യമാണ്. എങ്ങനെയാണ്? ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏകരായ ദൈവം അനേകരിൽ വിഭജിക്കപ്പെട്ടു, അനേകരിലായി. അപ്പോഴും പരിശുദ്ധാത്മാവ് ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ വിഭജിക്കപ്പെടുകയില്ല, അപ്പോഴും ഒരു വ്യക്തിയിലാണ് ജീവിക്കുന്നത്. അത് യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയിലാണ്. അതിന്റെ ഭൗതിക ശരീരമാണ് സഭ. സഭയിൽ നിങ്ങൾ അംഗങ്ങളാകുമ്പോൾ ആ ഒരു വ്യക്തിയിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. എവിടെയുള്ള വ്യക്തിയിലും എവിടെയുള്ളതാകുമ്പോൾ ആ ഒരു കൂട്ടായ്മ സഭയിലുണ്ട്. ഇതിപ്പോ ഞാൻ ഈ വചനം വായിച്ചില്ലേ, 1 കൊരിന്ത്യർ 10:17 വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയൊരു ബോധ്യമാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറഞ്ഞതിന് അർത്ഥം? പരിശുദ്ധാത്മാവ് ഇനിയും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളതിന് സറണ്ടർ ആയാൽ മതി. ഇന്ന് പല സെക്റ്റുകളിലും ദൈവത്തിന്റെ അരൂപി പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ട് അവരെ ഇഷ്ടത്തിന് കൊണ്ടുപോകാൻ കാരണം അവരിത് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഫിനിഷ് ചെയ്യാതെ ഇനിയും സറണ്ടർ ആയി കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തിരിയാൻ തുടങ്ങും. അങ്ങനെ തിരിയുന്ന വ്യക്തികളാണ് സജിത്ത് ജോസഫിനെ പോലെ തിരിച്ചു വരുന്നത്. സജിത്ത് ജോസഫിന്റെ അനുഭവം അങ്ങനെയാ. അവൻ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടൊരു സമുദ്രം കാണുക. അവൻ സറണ്ടർ ആവാൻ തുടങ്ങിയപ്പോൾ, ആ വ്യക്തി സറണ്ടർ ആവാൻ തുടങ്ങിയപ്പോഴാണ് കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരണമെന്ന് ആ വ്യക്തി തീരുമാനിച്ച് കടന്നു വരുന്നത്. കാരണം അതിന് ഉറവിടം മനസ്സിലായി. ഇത് 1-2 പെന്തക്കോസ്തുകാർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഒന്നല്ല, ഇന്ന് പെന്തക്കോസ്തുകാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഇത്. ഞാൻ ക്ലബ് ഹൗസിൽ ഡിബേറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, അഭിലാഷ് പാസ്റ്റർ ഉണ്ട് അല്ലേ, കണ്ടിട്ടില്ലേ? അദ്ദേഹം അങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ട്, അഭിലാഷ് എന്ന പേര്. അദ്ദേഹം 3 സ്റ്റേറ്റുകളെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഗുജറാത്തിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും. അവരുടെ സഭയാണ് പെന്തക്കോസ്ത്. ആളിത് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി കാത്തലിക് ഫെയ്ത്ത് ആണ് കറക്റ്റ് എന്ന്. ഇപ്പൊ ആള് കത്തോലിക്ക സഭ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ
അവരുടെ സമൂഹത്തിൽ കത്തോലിക്ക സഭയെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അവിടെ ഞാൻ പറഞ്ഞു കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരും, ഇതാണ് കറക്റ്റ്. പക്ഷെ ആൾക്ക് തിരിച്ചു വരാനായിട്ട് സമയമായിട്ടില്ല. പക്ഷെ ആളുടെ സഭയെ കത്തോലിക്ക സഭയെ പോലെ കൊണ്ടു നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. തിയോളജിയൊക്കെ മാറ്റിയ ആളാണ്, പെന്തക്കോസ്ത് തിയോളജിയൊക്കെ മാറ്റി കാത്തലിക് ഫെയ്ത്ത് ആള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പറയുകയാണ്, എന്നോട് പറഞ്ഞത് ഇപ്രകാരം, എന്നോട് പറഞ്ഞതാ, ഞാൻ ആലപ്പുഴയിലുണ്ട് ഉപദ്രവിക്ക് കൊന്ത വാങ്ങി തരാമോ? ഒരു പാസ്റ്റർ ചോദിക്കുകയാണ് എന്നോട്, ഒരു കൊന്ത വാങ്ങി തരാമോ? ഞാൻ ആലപ്പുഴ ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു പോകറെ, എന്നോട് പറഞ്ഞതാ ഫോൺ വിളിച്ചപ്പോ. എന്നിട്ട് അദ്ദേഹം പറയാ, കാത്തലിക് ഫെയ്ത്തിലേക്ക് വരാൻ, കത്തോലിക് സഭയ്ക്ക് വരാൻ എനിക്കൊരു വിഷമം. ഇവിടെ കുറെ രൂപങ്ങൾ കുറെ ഉണ്ട്, അത്ര രൂപങ്ങൾ വേണ്ട, കുറച്ച് രൂപം മതി. ആദിമ സഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് പറയുക, ആള് പറഞ്ഞൊരു വാക്കെന്താണെന്ന് അറിയാമോ? ബ്രദറെ, ഞാൻ എങ്ങനെയാണെന്ന് അറിയാമോ, യേശുവിന്റെ കൂടെ ശിഷ്യന്മാര് ഒരുമിച്ച് പോകുന്നില്ലേ, അതുപോലെ കത്തോലിക്ക സഭ പോകുന്നുണ്ട്. പക്ഷെ അവരറിയാതെ ഒരു ശിഷ്യൻ അപ്പുറത്ത് അകലെ നിന്ന് സൂചനം പറയുന്നില്ലേ, ഇതേപോലെ ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ എന്ന് ഈ ബ്രദർ പറയാ. ഇപ്പൊ എന്റെ അവസ്ഥ, അപ്പൊ ഈശോ പറഞ്ഞില്ലേ നമുക്ക് എതിരില്ലാത്തവൻ നമ്മുടെ ഭാഗത്താണെന്ന്, അതേപോലെ ഞാൻ നമുക്ക് എതിരില്ലാത്ത ഭാഗത്തുണ്ട് കേട്ടോ എന്ന് എന്നോട് പറഞ്ഞതാ ബ്രദർ. ഞാൻ പറഞ്ഞു കത്തോലിക്ക സഭയ്ക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ടാവാൻ, ഇത് വീഡിയോ എടുക്കുന്നുണ്ട്, അദ്ദേഹം അത് കേട്ടാലും അത് ആൾ സംഭവിക്കും. അത് കാരണം പെന്തക്കോസ്തുകാരെന്ന് അവർ പുറത്താക്കിയ ആളാണ് പാസ്റ്റർ. അപ്പൊ 1-2 പേര്, സജിത് ജോസഫിനെ പോലെ ഒരാളൊന്നല്ല, കുറച്ച് പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്, വേറെ കുറെ പേര് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാരണം? സഭയുടെ ഭൗതിക ശരീരത്തിൽ അംഗമാകാതെ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഇതുമായി ബന്ധമില്ലാത്ത ശാഖൻ എന്ത് ചെയ്യും? വെട്ടി മാറ്റിയിട്ടിട്ട് ഉണങ്ങി അവസാനം കത്തിച്ചളയും. സഭയുടെ ഭൗതിക ശരീരമായ സഭയിൽ, ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയിൽ അംഗമാകാതെ ഈ ദൈവിക ജീവൻ കിട്ടുകയില്ല. അറിഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയാണല്ലോ, അത് വെട്ടി കത്തിച്ചളയും. അതാണ് സഭയുടെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് വസിക്കുന്നതിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. നമുക്കൊന്ന് എഴുന്നേറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞു തന്നു. ഒരു കാര്യം പറഞ്ഞു, ഒന്നിരിക്കാം. ഒരു കാര്യം ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഒറ്റ കാര്യം പറയും. രക്ഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അതിന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആണോ? നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ചിലരൊക്കെ തല തിരിച്ചു വായിക്കുന്നുണ്ട്. തല തിരിച്ചു വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് പിന്നിലോട്ട് വായിക്കേണ്ട പകരം പിന്നിൽ നിന്ന് മുന്നോട്ട് വായിക്കുക. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കൂടി പറയാം. ഞാൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ രക്ഷാശാസ്ത്രത്തിൽ പറഞ്ഞു നമ്മൾ പാപികളാണ്, കർത്താവിന്റെ രക്തം നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു, പിന്നെ നമ്മൾ പാപം ചെയ്യാൻ സാധ്യമല്ല. ഈ അവസ്ഥയിലേക്ക് വരും, ഈ അവസ്ഥയിലേക്ക് വരും. ഇത് പൗലോസ്ലീഹയുടെ ലേഖനത്തില്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 7-ാം അധ്യായത്തില് അതിന്റെ ഹെഡിങ് വായിക്കാം. ഒന്ന് നിയമത്തിന്റെ സ്വാധീനം, രണ്ടാമത്തെ ഹെഡിങ് പാപത്തിന്റെ സ്വാധീനം, 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഹെഡിങ് എന്താ? ആത്മാവിനുള്ള ജീവിതം. 3 ഹെഡിങ് വായിച്ചോ. എന്താ ഈ സംഭവം? ഈ ലോകത്തുള്ള മനുഷ്യരെ 3 ആൾക്കാരായി തരംതിരിക്കും. 3 തരം മനുഷ്യന്മാര്. അതിനപ്പുറത്തേക്ക് വേറെ മനുഷ്യന്മാരൊന്നുമില്ല. 3 തരം, 3 ഗണമാണത്. ഒന്നാമത്തെ ഗണം നിയമത്തിന്റെ അടിമത്താണ്. 10 കൽപ്പനയുണ്ട്. ആ 10 കൽപ്പന അനുസരിച്ച് ജീവിച്ച് രക്ഷ പ്രാപിക്കാം എന്നൊരു ധാരണ. നിയമം അനുസരിച്ച് ജീവിക്കുന്നു. പാലിക്കാൻ പറ്റുമോ? പാലിക്കാൻ പറ്റുന്നില്ല. വഴിപഴയ്ക്കുന്നു, കുമ്പസാരിക്കുന്നു, വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതുകൂടെ മാത്രമല്ല, മറ്റു മതങ്ങളിൽ അങ്ങനെ തന്നെ. അവരൊരു നിയമാവലി ഉണ്ട്, അതനുസരിച്ച് ജീവിക്കാനുള്ള ക്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുക. അതിനൊരു അനുഷ്ഠാനം, നിയമത്തിന്റെ അനുഷ്ഠാനത്താൽ രക്ഷ പ്രാപിക്കാമെന്നുള്ള ധാരണ, അതൊരു വിഭാഗം ജനമാണ്. രണ്ടാമത്തെ വിഭാഗം കൊണ്ട് പാപത്തിന്റെ സ്വാധീനം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ പാപം വന്ന് വസിക്കുക, പിശാച് വന്ന് വസിക്കുക, പാപത്തിന്റെ ആത്മാവ് വന്ന് വസിക്കുക. വസിച്ചു കഴിഞ്ഞാൽ വ്യക്തിക്ക് പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല, പാപം ചെയ്യുക തന്നെ ചെയ്യും. അതിന് പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാ, 19-ാമത്തെ വാക്യം. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്ന ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്.
എന്താണ് ആ വ്യക്തിയുടെ അവസ്ഥ? ചിലര് ബൈബിൾ വായിച്ചിട്ട് പറയേ, കണ്ട പൗലോസ്ലീഹ പോലും പറയുന്നു ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാതെ തിന്മ ചെയ്യണേന്ന്. പിന്നെയാണ് എൻ്റെ കാര്യം. പൗലോസ്ലീഹ വേറെ ഇങ്ങനെ ഭാവിയാണ്, പിന്നെയാണ് എൻ്റെ കാര്യം എന്ന് ചോദിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ പൗലോസ്ലീഹ അങ്ങനെ പറയുന്നത് ഇത് ഈ ഒരു അവസ്ഥയെ പറ്റി പറയുക, പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അടുത്തതാണ് ആത്മാവിലുള്ള ജീവിതം. അവിടെ എന്താ പറയുന്നത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ജഡികരായി ജീവിക്കുന്ന നിങ്ങൾ തീർച്ചയായും മരിക്കും, എന്നാൽ ശരീരത്തിന്റെ പ്രവണതകൾ ആത്മാവിനെ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജഡികമായ മനുഷ്യർ ജഡിക കാര്യങ്ങളെ മനസ്സ് വയ്ക്കുന്നു, ആത്മീയ മനുഷ്യർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ഇതാണ് 3 ടൈപ്പ് മനുഷ്യരാണ്. 1 പരിശുദ്ധാത്മാവ് ഉള്ളവൻ, 2 ദൈവിക നിയമങ്ങളെ പാലിക്കാൻ ശ്രമിക്കുന്നവർ, 3 പാപത്തിന് അടിമത്തത്തിൽ കിടക്കുന്നവർ. അവർ എഴുന്നേക്കാൻ തയ്യാറല്ല. ഈശോ അതിനെന്ന് പറയുന്ന അറിയാമോ? വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. മത്തായി 7:5. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. അത് നിങ്ങളെ ചവിട്ടി നശിപ്പിക്കും, തിരിഞ്ഞ് നിങ്ങൾ ആക്രമിക്കുകയും ചെയ്തേക്കാം. പരിശുദ്ധാത്മാവാണ് ഈ വിശുദ്ധമായത്. മുത്ത് പരിശുദ്ധാത്മാവാണ്. അത് നായ്ക്കൾക്ക് കൊടുക്കില്ല. നായ്ക്കളുടെ പ്രത്യേകത എന്താ? 2 പത്രോസ് 2:22. നായി ഛർദ്ദിച്ചു തിന്നുന്നു, കുളിച്ച പന്നി ചെളിയിൽ തന്നെ. നമ്മൾ പാപം ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു, ഛർദ്ദിക്കുന്നു, വീണ്ടും പോയി ഛർദ്ദിച്ചു തിന്നുന്നു, പാപം ചെയ്യുന്നു, വീണ്ടും പോയി കുമ്പസാരിക്കുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രമാണം പാലിക്കാൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല, കുമ്പസാരത്തിൽ പറയുന്നു, വീണ്ടും ആ പാപത്തിലേക്ക് വീണ്ടും പോകുന്നു, വീണ്ടും പോയി അതിൽ തന്നെ വീഴുന്നു. നായെപ്പോലെ. അതാണ് ഈ നിയമത്തിന്റെ സ്വാധീനം. മറ്റത് പന്നിയെ പോലെയാ, കുളിച്ച പന്നി ചേറി തന്നെ ഈ പാപത്തിന്റെ സുഖത്തിൽ നിൽക്കുക. അതാണ് ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്, കാരണം ഇനി വസിക്കുന്ന പാപമാണ്. എന്നാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വളരണം. പരിശുദ്ധാത്മാവിനുള്ള ജീവിതം. ആകയാൽ യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല. റോമ 8:1. അങ്ങനെ പറഞ്ഞിട്ട് യേശു ക്രിസ്തുവുള്ള ജീവാത്മാവിന്റെ നിയമം, ഈ പരിശുദ്ധാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഈ 2 നിയമത്തിൽ നിന്നും നിന്നെ സ്വതന്ത്രനാക്കുന്നത് ജീവാത്മാവിന്റെ നിയമമാണ്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. ഈ പാപത്തിന്റെ അടിമത്തിൽ നിന്നും നിയമത്തിന്റെ അടിമത്തിൽ നിന്നും നിന്നെ സ്വതന്ത്രനാക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമമാണ്. ഈ വചനം മനസ്സിലാക്കാതെ ഇതിനു മുമ്പത്തെ പാപത്തിന്റെ സ്വാധീനം വ്യാഖ്യാനിച്ച് എങ്ങനെ ഇരിക്കും? മനസ്സിലായോ? പാപം ചെയ്യാനുള്ള ലൈസൻസ് പോലെ ഇല്ലേ? മാത്രം വായിച്ചാൽ ആണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊരു ഭാഗം ഇതേപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനം 8-ാമത്തെ വാക്യം, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പാപത്തുള്ള ഒരു വ്യക്തി തിരിച്ചു വരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഈ വചനം വായിച്ചിട്ട് നമ്മൾ പാപമില്ലാത്തവരാണെന്ന് പറഞ്ഞ ആത്മവഞ്ചന, അതുകൊണ്ട് നമ്മൾ പാപികളാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാവും. ഇതിന്റെ കണ്ടിന്യൂഷൻ 3-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. ഇത് 1-ാമത്തെ അധ്യായമാണല്ലോ. ഇതിങ്ങനെ പഠിപ്പിച്ച് യേശു ക്രിസ്തുവിലാണ് നമ്മൾ രക്ഷപ്രാപിക്കണമെന്ന് പഠിപ്പിച്ച് ഈ കടന്നു വന്ന് 3-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഇതിന്റെ ഒരു പൂർത്തീകരണം വരുന്നുണ്ട്. 3-ാം അധ്യായം 1-ാം വാക്യം എന്താ പറയുന്നത്? കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. എന്നിട്ട് നമ്മൾ മുമ്പ് വായിച്ച വചനാണ്, പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിന്റെ മക്കളാണ്, നാം എന്തായിത്തീരുന്നു വെളിപ്പെട്ടിട്ടില്ല, എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും, അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ വിശുദ്ധനാക്കുന്നു. അപ്പൊ നമ്മൾ എന്തിനാ പാപം ചെയ്യാതെ ജീവിക്കേണ്ട ആവശ്യം? ഇത് കാൽവിനിസ്തന്റെ എതിരാട്ടോ. കാൽവിനിസ്തൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം രക്ഷിച്ചു, പിന്നെ പാപം ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നേരെ തിരിച്ചാ, നമ്മൾ വിശുദ്ധരാക്കണം. എന്നിട്ട് അടുത്ത വചനം പറയാണ്, 4-ാമത്തെ വാക്യം, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായതെന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല, അവന് വസിക്കുന്ന ഒരുവനും, അടുത്ത വചനം ശ്രദ്ധിച്ച്,
അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങൾ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിന്നെയും പറയാ, ഇതിന്റെ ക്ലൈമാക്സ് പറയുന്നത് ഈ ലേഖനം 1-ാം അധ്യായത്തിൽ ഈ പാപത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞതിന്റെ ക്ലൈമാക്സ്. അടുത്ത വചനം പ്രത്യേകം ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു നിറഞ്ഞാലുള്ള പ്രത്യേകതയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് ക്രിസ്ത്യാനിറ്റി. അടുത്ത വരികളും പറയാ, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ വ്യക്തമാണ്. ഇനിയാണ് ചോദ്യം, ഞാൻ ദൈവത്തിന്റെ മകനാണോ പിശാചിന്റെ മകനാണോ? ഞാൻ പാപം ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. കാരണം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുക. പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് പാപം കടന്നു വരുമ്പോൾ ഇത് പാപമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ദൈവത്തിൽ നിന്ന് വസിക്കുന്ന ഞാൻ ദൈവത്തിൽ ജനിച്ച ഞാൻ പാപം ചെയ്യുന്നില്ല. കാരണം ദൈവത്തിന്റെ ചൈതന്യം എന്നെ വസിക്കുന്നു. ഞാൻ ദൈവത്തിൽ ജനിച്ചതായതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ എന്താ പറയാറ്? പ്രലോഭനം വന്നപ്പോ വീണുപോയി, പ്രലോഭനം വന്നപ്പോ വീണുപോയി. ഇവിടെ എന്താ പറയുന്നത്? പ്രലോഭനം വന്നപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. കാരണം എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നഷ്ടപ്പെട്ടു പോകും, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ഈ ഒരു അവസ്ഥയിലേക്കുള്ള രൂപാന്തരീകരണമാണ് യേശു ക്രിസ്തു നൽകുന്നത്. ഇതിന് പറയുന്ന വേറെ ക്രിസ്തു മതം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധിയിലായിരിക്കുന്ന വ്യക്തിയാകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണുന്നൊരു വ്യക്തി ഇങ്ങനെ പാപം ചെയ്യാനാവാത്ത ആ വിശുദ്ധിയിലേക്ക് നടക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണുമ്പോൾ ഞാൻ എത്ര തന്നെ വിശുദ്ധനായാലും ഞാൻ ആ പരിശുദ്ധിയെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്ത് പറയും? അപ്പോൾ ഞാൻ എന്ത് പറയും? ഞാൻ പാപിയാണെന്ന് പറയും. പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് മനസ്സിലായോ? ഞാൻ ഈ സ്റ്റെപ്പ് പറഞ്ഞു, അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയുന്നത്, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണുമ്പോൾ ഞാൻ അപ്പോൾ എന്തു പറയും? ദൈവത്തിന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ എന്റെ വിശുദ്ധി ഒന്നും നിസ്സാരമാണേ, ഞാനാണേ പാപി, ഞാനാണ് പാപികളിൽ ഒന്നാമൻ എന്ന് പൗലോസ്ലീഹ പറയുന്നതിന്റെ കാരണം ഈ സ്റ്റേജിലാണ്. മനസ്സിലായോ പറഞ്ഞത്? അല്ലാതെ പൗലോസ്ലീഹ പാപികളിൽ ഒന്നാമനാണെന്ന് പറയുന്നു, പാപിയാണ് കാരണം നമ്മൾ പാപിയായിരിക്കുന്നോളാം എന്നുള്ള അർത്ഥത്തിലല്ല. വിശുദ്ധമായി ജീവിക്കുന്നു, ഞാൻ പരിപൂർണ വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നു, വിശുദ്ധി വളരുന്നു, വിശുദ്ധമായി ജീവിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധിയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വൃത്തിയാശിയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനാക്കുന്ന പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. ഇങ്ങനെ വിശുദ്ധനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പരിശുദ്ധനെ കാണുമ്പോൾ അപ്പോഴും ഞാൻ എന്താ പറയാ, അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാനാണ് ഏറ്റവും വലിയ പാപി എന്നുള്ള എളിമയുടെ തലത്തിലേക്ക് വീണ്ടും വരും. അത് വിശുദ്ധിയിലുള്ള നമ്മുടെ വളർച്ചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സ്റ്റെപ്പിലേക്കും മനസ്സിലാവണം, പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അപ്പൊ ഈ ക്രമം ഇത് സുവിശേഷത്തിന് മുഴുവനുണ്ട്, ബൈബിളിന് മുഴുവനുണ്ട്. പഴയ നിയമം മുതൽ അവസാനം വരെ ഈ ഒരു ക്രമമുണ്ട്. ഉദാഹരണം മറ്റൊരു ക്രമം പറഞ്ഞാൽ, ഇപ്പൊ ഒരു പുരുഷൻ ഒരു സ്ത്രീ മതി. നമ്മൾ വിവാഹത്തില് പ്രതിജ്ഞ എടുക്കാൻ വരും അല്ലേ? പ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മളെ എന്തെന്നാലും എഴുതിയുള്ളത് ലിറ്ററേച്ചറിൽ, സുവിശേഷം സാക്ഷിയാക്കി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാനും അവളും മരണം വരെ നിൽക്കുമെന്ന് സുവിശേഷ സാക്ഷ്യമായി. എന്താ സുവിശേഷ സാക്ഷിയായി എന്ന് പറയുന്നത്? ബൈബിൾ സാക്ഷ്യമായി എന്ന് പറഞ്ഞാൽ പോരെ? എന്താ പ്രശ്നം? പഴയ നിയമത്തിൽ വിവാഹമോചനത്തിന് അനുവാദമുണ്ട്. അപ്പൊ നമ്മൾ കൈവച്ചിട്ട് പഴയ നിയമം ശരിക്കും സുവിശേഷം കൊടുക്കണം എന്ന് നേരെ നിയമമുണ്ട്.
പഴയ നിയമത്തിൽ കൈവച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ നിയമത്തിൽ എന്താ കിടക്കുന്നത്? ഡിവോഴ്സ് ചെയ്തോളാൻ, വേറെ കല്യാണം കഴിച്ച് 2-3 കല്യാണം കഴിച്ചോളാൻ. അതിന്റെ പൂർത്തീകരണം പുതിയ നിയമത്തിലെ സുവിശേഷത്തിൽ. അതുകൊണ്ടാണ് സുവിശേഷം സാക്ഷ്യമാക്കി. അവിടെ ഒരു വരിയേ ഉള്ളൂ, അവിടെ ഡിവോഴ്സ് ഇല്ല. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വളർച്ച ബൈബിളിൽ മുഴുവനുണ്ട്. ഇത് മനസ്സിലാകാതെ ഇവിടെ നിന്നും കണ്ടിട്ട് പിന്നെ പഴയ നിയമത്തിൽ പോയിട്ട് ബൈബിളിൽ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ യുക്തിവാദികളെടുത്ത് ഡിബേറ്റിന് പോകുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെടുത്ത് ഡിബേറ്റ് പോകുമ്പോൾ അവർ പറയുന്നതിന് കാര്യമുണ്ട്. യഹോവയാണോ യേശു? അതെ. യാഹുവേ യേശു ഒന്നാണോ? അതെ. അപ്പോൾ യാഹുവെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പഴയ നിയമത്തിൽ, യാഹുവെ ഇന്നതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ യേശു ഇങ്ങനെ ചെയ്തില്ലേ? യേശു കൊല്ലാൻ പറഞ്ഞു, യേശു സ്ത്രീകളെ പിടിക്കാൻ പറഞ്ഞു, എവിടെ പറഞ്ഞു? പഴയ നിയമത്തിൽ യാഹുവ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, യാഹുവ ഇങ്ങനെ പറയാൻ പറഞ്ഞു, യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ യേശു യാഹുവ ഒന്നല്ലേ? ഇതിനെയാണ് തല തിരിച്ചുള്ള ബൈബിൾ വായന എന്ന് പറയുന്നത്. ഇത് ഇപ്പുറത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ട്. അത് മനസ്സിലാക്കാതെ തല തിരിച്ച് ബൈബിൾ വായിക്കുക. യുക്തിവാദികൾ ചെയ്യുന്ന കാര്യം ക്രിസ്ത്യാനികളെതിരെ പറഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊറ്റ കാര്യം ചെയ്യും. എന്താ? പഴയ നിയമത്തിൽ യാഹുവ അങ്ങനെ പറഞ്ഞു, യാഹുവ ഇങ്ങനെ പറഞ്ഞു. അവർക്ക് ലഭിച്ച അറിവല്ലേ അതിൽ എഴുതിയിട്ടുള്ളൂ. ഹെബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്ന പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിൽ ഘട്ടം ഘട്ടമായി വെളിപ്പെട്ടു, എന്നാൽ ഇപ്പോൾ ഈ പുത്രൻ വഴി പൂർണ്ണമായി വെളിപ്പെട്ടു. സൂര്യൻ പ്രകാശം തരുന്നുണ്ട് നമുക്ക്. സൂര്യൻ നമുക്ക് പ്രകാശം തരുന്നുണ്ട്, പൂർണ്ണതയുള്ളതല്ലേ? ഓക്കെ. രാത്രി കാലത്ത് എന്താ ചെയ്യുക? ചന്ദ്രൻ നമുക്ക് പ്രകാശം തരുന്നുണ്ട്. ചന്ദ്രൻ തരുന്ന പ്രകാശം ആരാ പ്രകാശം? സൂര്യന്റെ പ്രകാശം. സൂര്യൻ പ്രകാശം കൊടുക്കാത്ത കുറവുണ്ടോ ചന്ദ്രന്? ഉണ്ടോ? ഇല്ല, മുഴുവനായിട്ട് കൊടുക്കുന്നുണ്ട്. ചന്ദ്രൻ നമുക്ക് പ്രകാശം തരുന്നുണ്ട്. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട്. ചന്ദ്രന്റെ പ്രകാശം ഫുള്ളായിട്ട് തരുന്നില്ലേ? തരുന്നുണ്ട്. ചന്ദ്രൻ എന്തെങ്കിലും കുറയ്ക്കുന്നുണ്ടോ? കുറയ്ക്കുന്നില്ല. തന്നെ കൊണ്ട് പറഞ്ഞ മുഴുവൻ ചന്ദ്രൻ പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താ സൂര്യന്റെ പ്രകാശം പോലെ വെളിപ്പെടാത്തത്? ആരുടെ കുഴപ്പം? സൂര്യന്റെ കുഴപ്പമാണോ? അല്ല. ചന്ദ്രന്റെ കുഴപ്പമാണോ? അല്ല. ചന്ദ്രൻ അതിന് മാക്സിമം ചന്ദ്രന് ചെയ്യുന്നുണ്ട്, പക്ഷെ അത്ര ചെയ്യാനുള്ള കപ്പാസിറ്റി ചന്ദ്രനുള്ളൂ. മനസ്സിലായോ? ഇതേപോലെ ദൈവം പ്രവാചകന്മാരെ വെളിപ്പെടുമ്പോൾ ദൈവം പൂർണ്ണമായി സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. മോശയ്ക്ക് അത് ഗ്രഹിക്കാൻ അത്രേ പറ്റുന്നുള്ളൂ. അത് മോശ നൽകി. മറ്റു പ്രവാചകന്മാർ അങ്ങനെ വെളിപ്പെടുത്തി തരുന്നു. അവരെ കൊണ്ട് കഴിയുന്നവർ തരുന്നുണ്ട്. അത് പരിപൂർണമല്ല. അതുകൊണ്ട് ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു. അതാണ് യേശു. പിന്നെ നമ്മള് യേശു പറഞ്ഞ നിയമം വെച്ച് നോക്കിയിട്ടല്ലേ പ്രവാചകന്മാരുടെ കാര്യങ്ങൾ നോക്കേണ്ടത്? അതായത് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞല്ലോ, പിന്നെ യേശു ഇങ്ങനെ പറഞ്ഞു നോക്കേണ്ടതില്ല. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ശരിയാകുമോ? ഇല്ല. അത് അപൂർണ വെളിപാടാണ്. ഇതാണ് പൂർണ്ണ വെളിപാട്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ നിഴലാണ് പഴയ നിയമം, പഴയ നിയമത്തിന്റെ പൂർണ്ണതയാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പൊ അത് ആരും കുഴപ്പമില്ല. അത് ദൈവവചനല്ലേ? അതെ. ചന്ദ്രൻ ഒന്ന് പ്രകാശം സൂര്യന് പ്രകാശല്ലേ? അതെ, അത് ദൈവവചനമാണ്. പക്ഷെ അതിന്റെ പൂർണ്ണത ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം.